മക്കളെ ശ്രദ്ധിച്ചോ, ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് തമർത്തി അടിക്കാം. എന്നാ ഓണപ്പരീക്ഷയ്ക്ക് ബോട്ടണിയിൽ +1 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഒരു കുട്ടി +1 സയൻസ് എടുക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ നമുക്ക് ഇപ്പോൾ സെറ്റാക്കി തരാം. എന്നാൽ 1 മണിക്കൂർ സാറ് കൂടെ എന്നാൽ മതി. ചാപ്റ്ററിൻ്റെ പേര് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സാറേ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ടടാ, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സാറ് പറയുന്നുണ്ട് കേട്ട് പഠിച്ചാൽ മതി. എന്നാ ഇവിടുന്ന് ഒരുമിച്ച് നിന്ന് പഠിക്കാം. എന്നാ ശ്രദ്ധിച്ചടാ, എല്ലാവരും ശ്രദ്ധിച്ചടാ. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു സയൻറ്റിസ്റ്റിനാണ് പരിചയപ്പെടാം. എന്നാ ആരടാ ഇയാള് പറഞ്ഞൂടാ, ലിനേയസ്. ആരടാ? ലിനേയസ്. മോനെ ലിനേയസിൻ്റെ അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണല്ലോ. സോ എന്ത് ചെയ്യണം? ക്ലാസിഫിക്കേഷൻ, ജീവികളെ ക്ലാസിഫൈ ചെയ്യുക. പണ്ട് അരിസ്റ്റോട്ടിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കണ്. അരിസ്റ്റോട്ടിൽ. അത് വേണ്ട, നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലിനേയസ് ആണ്. ലിനേയസിൻ്റെ കിങ്ഡം ആയിരുന്നു ഏത് കിങ്ഡം? 2 കിങ്ഡം. ഏത് കിങ്ഡാടാ? 2 കിങ്ഡം. എന്താ സാറേ 2 കിങ്ഡം? എന്നാ പിടിച്ചോ. ഒന്നാമത്തെ കിങ്ഡം ഇയാൾ പറഞ്ഞത് ഒന്നുമില്ല. ഏത് പ്ലാന്റൈ. രണ്ടാമത്തത് അനിമേലിയ. അയ്യോ സാറേ ഇതിലാരാ ഉള്ളത്? പ്ലാന്റ്സ് ആണോ? അതെ പ്ലാന്റ്സ് ആണ്. പക്ഷെ വേറെയും കുറേ ആൾക്കാർ ഇയാൾ ഇട്ടു. ഫംഗസിനിട്ടു, ബാക്ടീരിയനൊക്കെ ഇതിൽ കൊണ്ട് ഇട്ടു. വിട്ടേക്ക്. പറ അനിമേലിയ. അതിലോ ആനിമൽസ് ആണ് മെയിനായിട്ട്. ആരാടാ? ആനിമൽസ്. ഇതിന് ഇയാൾ എടുത്ത ക്രൈറ്റീരിയ മക്കളെ എന്ത് നോക്കിയിട്ടാണ് ഇയാൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? മെയിൻലി മോർഫോളജി നോക്കിയിട്ടാണ്. എന്ത് നോക്കിയിട്ടാണടാ? മോർഫോളജി. മക്കളെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് സാറ് പറഞ്ഞാണ്. ഓക്കെ, എന്നാ നോക്കടാ. രണ്ടാമത്തെ ഇവിടെ മുതലാണ് എൻ്റെ മക്കൾ പഠിക്കണ്ടേ. നോക്കിക്കോ വന്നിരിക്കും. എടാ RH വിറ്റേക്കർ ഇയാളുടെ ക്ലാസിഫിക്കേഷൻ. മക്കളെ ഇയാളുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇത് 2 ആണെങ്കിൽ ഇത് 5. പിടിക്കടാ. 5 കിങ്ഡം. എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടി വിചാരിക്കുന്നു. നോക്കടാ, ഏത് ക്ലാസിഫിക്കേഷൻ? 5 കിങ്ഡം. എന്നാ നോക്കിക്കോ, പേര് പഠിച്ചോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാ പിടിച്ചോ. സാർ 5 ആൾക്കാരെ പേരങ്ങ് എഴുത്തരാ. പൊട്ടിക്കടാ. 1 മൊണീറ, 2 പ്രൊട്ടിസ്റ്റ, 3 ഫംഗൈ വായിക്കാം പോട്ടെ, 4 പ്ലാന്റൈ, 5 അനിമേലിയ. ഇത് കിടക്കും. ഇത് 2 നിർത്തിയില്ല. നമുക്ക് വേണ്ട വേറെ കുറേ ആൾക്കാർ ഇയാൾ ഉൾപ്പെടുത്തി. ഇയാൾ സെറ്റാണ്. മക്കളെ നോക്കേണ്ടത് മൊണീറ ആരാണ്? അയ്യോ സാറേ ബാക്ടീരിയ. വേറെ ഒന്നും പഠിക്കണ്ട. മൊണീറ ആരാണ്? ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാ ഒറ്റ കാര്യം കൂടി, മൊണീറ അഥവാ ബാക്ടീരിയ എന്ത് ടൈപ്പാന്ന് ചോദിച്ചാൽ എന്നാ പിടിച്ചോ, പ്രോകാരിയോട്ട്. എന്താടാ? അയ്യോ സാറേ എന്താ പ്രോകാരിയോട്ട്? ഒറ്റ വാക്കിൽ കേട്ടോ, ശരിക്കുള്ള ന്യൂക്ലിയസ് ഒന്നും ഉണ്ടാവില്ല. വാട്ട് ഈസ് മീൻ ബൈ കാരിയോ? ന്യൂക്ലിയസ് കറക്റ്റായിട്ട് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ന്യൂക്ലിയർ മെംബ്രെയിന് ഉണ്ടാവില്ല. വിട്ടേക്കുന്ന ഇവന്മാര് 4 പേരും യൂകാരിയോട്ട്. അർത്ഥം വെച്ച് പഠിക്കടാ ബയോളജി ടേമിന്റെ. പിടിയടാ. വാട്ട് ഈസ് മീൻ ബൈ യു? ട്രൂ. സോ വാട്ട് ഈസ് മീൻ ബൈ യൂകാരിയോട്ട്? ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആള് വേണമെങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് വരാം, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് വരാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രോകാരിയോട്ടായിട്ടുള്ളത് ആരാണ്? ആൻസർ മൊണീറ. ബാക്കിയുള്ളവരെല്ലാവരും യൂകാരിയോട്ട്. സാറേ ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ വരും. എന്നാ പിടിച്ചോ, നോട്ടൊക്കെ എല്ലാവരും അടിക്കടാ, സ്ക്രീൻഷോട്ടൊക്കെ അടിച്ചു വെച്ചോട്ടോ മക്കളെ. എന്നാ നോക്കടാ, പിടിയടാ. അടുത്തത് സാറേ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എന്നൊരു സാധനം ഉണ്ടടാ, പഠിച്ചോളണം. എന്നാ 2 മാർക്കിന് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനോ ഓണം എക്സാമിനോ ഒക്കെ വരാം. ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം നമുക്കറിയാം.
അയാൾ മോർഫോളജി ആണ് നോക്കിയത്. വെറും ആളെ കാണാനുള്ള ചൊറുക്ക് കാര്യമില്ല. അതുകൊണ്ട് മാത്രം ഒരാളെ വേർതിരിക്കരുത്. എന്നാ ക്രൈറ്റീരിയ പിടിച്ചോ. ക്രൈറ്റീരിയ മാനദണ്ഡം എന്തടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി? 5 പേരെയും 5 ആക്കാനുള്ള കാരണങ്ങൾ എന്നാ പിടിച്ചോ. 1 2 3 4 5 5 നോക്കിയാൽ മതി. എന്നാടാ പിടിക്കടാ. സെൽ സ്ട്രക്ചർ, സെല്ലിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ബോഡി ഓർഗനൈസേഷൻ ഏത് ലെവലാണെന്നുള്ളത്. നെക്സ്റ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. നെക്സ്റ്റ് നിങ്ങൾക്കറിയാ റീപ്രൊഡക്ഷൻ. എന്താടാ റീപ്രൊഡക്ഷൻ. 5 എന്താ സാറേ നിങ്ങൾ എന്താ ഈ കളറൊക്കെ മാറ്റി കുത്തിരിക്കണേ? എന്നാ നോക്കിക്കോ. 5 ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. എന്താ സാറേ ഈ 4 കുഴപ്പമില്ല. സെല്ലിൻ്റെ സ്ട്രക്ചർ, ശരീര രീതി, സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ പോട്ടെ, ഭക്ഷണം കഴിക്കുന്ന രീതി പോട്ടെ, റീപ്രൊഡക്ഷൻ പോട്ടെ, ഞങ്ങൾക്ക് ആ ടേം അറിയാം. വാട്ട് ഈസ് ഫൈലോജനറ്റിക്? എന്നാ പിടിച്ചോ. ബേസ്ഡ് ഓൺ എവല്യൂഷനും കൂടി നോക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എവല്യൂഷൻ. മതിയടാ മക്കളെ, പഠിച്ചെടുത്തോ. വന്നിരിക്കും. എന്നാ നോക്കടാ. ഇനി നമുക്ക് ചാപ്റ്ററിന്റെ മെയിൻ ഒരു സാധനത്തിലേക്ക് കടക്കാം. മൊണീറ കിങ്ഡം. 1ാമത്തെ കിങ്ഡം ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് നോക്കിക്കോ. മൊണീറ പഠിക്കണം, ഞാൻ പറയണത് പഠിച്ചാൽ മതി. പ്രോട്ടിസ്റ്റ പഠിക്കണം, ഫംഗൈ പഠിക്കണം. പ്ലാന്റ് ആനിമേലിയ വല്ലാണ്ടില്ല, അതിന് വേറെ ചാപ്റ്റർ ഉണ്ട്, വിട്ടേക്കുക. പിന്നുള്ളത് വൈറസിനെ കുറിച്ചാണ്. നോക്കടാ. മൊണീറയിൽ സാറ് പറയണ ആദ്യതാ ഈ സാധനങ്ങളൊന്ന് പഠിക്കുക. ഇത് വേറൊരു ചാപ്റ്ററിലും വരുന്നുണ്ട്, എന്നാലും ഇവിടെ പഠിച്ചോ. മൊണീറ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബാക്ടീരിയൻ്റെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോട്ടോ. സ്ഫെറിക്കൽ ഷേപ്പ്, ഉണ്ട. എക്സാമ്പിൾ കൊക്കായ് ബാക്ടീരിയ. റോഡ് ഷേപ്പ്, റോഡോ എന്ത് റോഡ്? നീളത്തിൽ അത്ര ഉള്ളതാ, ഈ പെന്ന് പോലെ വടി പോലെ നീളത്തിൽ. എക്സാമ്പിൾ ബാസിലസ്. അടുത്തത് സ്പൈറൽ ഷേപ്പ്. എക്സാമ്പിൾ സ്പൈറില്ലം. എന്താണ് ഈ സ്പൈറൽ? വളഞ്ഞിട്ട് തിരിഞ്ഞിട്ടൊക്കെ ഉള്ള അത്രേ ഉള്ളൂ. എന്നാ പിടിച്ചോ. കോമ ഷേപ്പ്. എന്താ സാറേ കോമ തന്നെ. എന്നാ പിടിച്ചോ. വിബ്രിയോ. പടിയടാ. ഈ 2 കണ്ടന്റ് പഠിച്ചാൽ തന്നെ മിക്കവാറും നമ്മൾ എക്സാമിന്റെ മെയിൻ സാധനങ്ങളായി. എന്നാ ഒന്ന് പിടിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. എടാ നെക്സ്റ്റ് നോക്കണം മക്കളെ. മൊണീറനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. മൊണീറ പല രീതിയിലുണ്ട്, പല ആൾക്കാരും പല രീതിയിലും കാണും. അതേപോലെ മൊണീറയുണ്ട്. എന്നാ നോക്കടാ. മൊണീറന്റെ ആദ്യത്തെ ഒരു ഗ്രൂപ്പാണ്. മൊണീറ പറഞ്ഞ ബാക്ടീരിയയാണ്. ബാക്ടീരിയന്റെ ആദ്യത്തെ ഒരു ടീമാണ് ആർക്കി ബാക്ടീരിയ. എതാടാ മോനെ പൊട്ടിക്കടാ. ആർക്കി ബാക്ടീരിയ. 2 യു ബാക്ടീരിയ. എതടാ യു ബാക്ടീരിയ. 3 കില്ലാടി മൈക്കോപ്ലാസ്മ. അതിനതിൽ 3ാമത്തെ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്, വിട്ടേക്ക്. 3ാമത്തെ ഗ്രൂപ്പായിട്ട് കാണാം. നോക്കടാ. 3 ഗ്രൂപ്പ് സാറേ പഠിക്കണ്ടേ? പിന്നെ ഇതൊന്നും പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയൂല മക്കളെ. എന്നാ പിടിച്ചോ, അടിച്ചു പൊളിച്ചു പഠിച്ചോ. ആർക്കി ബാക്ടീരിയ എവിടെ ജീവിക്കും? യവന്മാരി സാധനം അറിയോ? ഏത് നരകത്തിൽ കൊണ്ടിട്ടാലും ജീവിക്കും. കിർമാണി സാധനമാണ്. എന്നാ പിടിച്ചോ, സാറ് പറയുന്ന രീതിയിൽ പഠിച്ചോ. ഇവരിൽ ആർക്കി ബാക്ടീരിയയിൽ ചില ബാക്ടീരിയ ഹോട്ട് ഏരിയയിൽ കാണും, ഹോട്ട് സ്പ്രിങ്ങിൽ കാണും. അല്ല ചൂടുള്ളതിൽ. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് ഓണം എക്സാമിൻ്റെയും ഫൈനലിൻ്റെയും ക്വസ്റ്റ്യൻ ആണ്. എന്നാ പിടിച്ചോ, ഹോട്ട് സ്പ്രിങ്ങിൽ കാണുന്നത്. അതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട്. 3 പേരുകൾ എവിടെയൊക്കെ കാണുന്ന ഇതാ. സാൾട്ടി ഏരിയ ഉപ്പുള്ള ഏരിയയിൽ. അതേപോലെ തന്നെ വേറൊരു ടീമുണ്ട് മാർഷി ഏരിയയിൽ കാണും. മാർഷി ഏരിയ ചതുപ്പ് നിലത്ത് മാർഷി ഏരിയ, ചപ്പ് ചവറ്. ഇതിലൊക്കെ കാണുന്നവരുടെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാണ്ട്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾ നമുക്ക് പഠിക്കാണ്ട്. നോക്കടാ മക്കളെ, ശ്രദ്ധിക്ക്. ഹോട്ട് സ്പ്രിങ് ഏരിയയിൽ കാണുന്നവരാണ് തെർമോ അസിഡോഫൈൽസ്. ഫൈൽസ് മീൻസ് ലവ്.
ഫൈൽസ് മീൻസ് ലവ്. തെർമോ അസിഡോഫൈൽസ് സാൾട്ടി ഏരിയയിൽ ഉപ്പുള്ളടുത്ത് കാണുന്നതാണ്. ഉപ്പുള്ളടുത്ത് കാണുന്നതിന് എക്സാമ്പിൾ ആണ് ഹലോഫൈൽസ്. ഹലോഫൈൽസ്. മാർഷി ഏരിയ ചപ്പ് ചവറ് ചതുപ്പ് ചളി ചപ്പിളി പിളിപിളിയിൽ കാണുന്ന ആൾക്കാരാണ്. എന്നാ പിടിച്ചോ, മെത്തനോജൻസ്. മെത്തനോജൻസ്. മോനെ ഈ വാക്ക് എവിടെ കേട്ടിക്കണോ? ഉണ്ട്. ഈ മെത്തനോജൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? ബയോഗ്യാസ്. ഓക്കെ, ബയോഗ്യാസ്. വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ ബയോഗ്യാസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഈ മെത്തനോജൻസ് വേറൊരു സ്ഥലത്തും കൂടി കാണും. ദാറ്റ് ഇസ് ഗട്ട് ഓഫ് റുമിനന്റ് ആനിമൽസിൻ്റെ ഗട്ടിൽ കാണും. ആരാ സാറേ? റുമിനന്റ് ആനിമൽസ്, അതായത് കൗവ്. എടാ ഇതെന്താ സാറേ അമ്മാതിരി സാധനം, ഒരു തേങ്ങില്ല, ഗട്ട്, പള്ള, വയറടോ, സ്റ്റൊമക്കിലോ വയറിൻ്റെ ഉള്ളിൽ. ആരുടെ വയറിൻ്റെ ഉള്ളിൽ? പശുവിൻ്റെ ഒക്കെ ഇവിടെ പറയുന്ന മറ്റൊരു വാക്കാണ് റുമിനന്റ് ആനിമൽസ്. എന്ത് ആനിമൽസ് ആടാ? റുമിനന്റ് ആനിമൽസ്. സാറേ ആ ടേം എഴുതണം. ആ രീതിയിൽ തന്നെ എഴുതാം. പറയടാ, മെത്തനോജൻസ് എവിടെയൊക്കെ കാണും? ഒന്ന് മാർഷി ഏരിയയിൽ കാണും. 2 ഗട്ട് ഓഫ് റുമിനന്റ് ആനിമൽസ്, ദാറ്റ് ഈസ് പശുവിൻ്റെ ഒക്കെ വയറ്റിൽ കാണും. ഇതുകൊണ്ട് എന്തുണ്ടാക്കാൻ സഹായിക്കും? ബയോഗ്യാസ്. മതിയടാ, ആർക്കി ബാക്ടീരിയ. ഇത് പഠിച്ചാൽ മതി. എന്നാ പിടിക്ക് യു ബാക്ടീരിയ. സാറ് യു ബാക്ടീരിയയിൽ ഒരുപാടുണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നോക്കാം. എന്നാ യു ബാക്ടീരിയയിൽ പൊട്ടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, ഇവിടെ എല്ലാവർക്കും അറിയാം, സയനോബാക്ടീരിയ. ഓനെ വേറെ എന്തെങ്കിലും വിളിക്കലുണ്ടോ സാറേ? സ്കൂളിൽ ടീച്ചർമാരോ കുട്ടികളോ ആരൊക്കെ പറഞ്ഞു കേട്ടല്ലോ ഓനക്ക് വേറൊരു പേരുണ്ട്. എന്നാ പിടിച്ചോ, ബ്ലൂ ഗ്രീൻ ആൽഗേ. ബ്ലൂ ഗ്രീൻ ആൽഗേ. യാര്? സയനോബാക്ടീരിയ. യു ബാക്ടീരിയയിൽ വരുന്നതാണ് സയനോബാക്ടീരിയ. സാർ എന്താ യു? True. So this is true bacteria. Original bacteria വരാണ് true bacteria. അതിൻ്റെ എക്സാമ്പിൾ ആണ് സയനോബാക്ടീരിയ. അതിൻ്റെ വേറെ പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗേ. എനിക്ക് എന്താ എത്ര പ്രത്യേകത? എനിക്ക് ക്ലോറോഫിൽ എ പിഗ്മെന്റ് ഉണ്ട്. നമ്മളെ ചെടികളിലൊക്കെ കാണുന്ന പിഗ്മെന്റ് ഏതാടാ? ക്ലോറോഫിൽ എ പിഗ്മെന്റ് ഉണ്ട് സാറേ. ഉണ്ടായിക്കോട്ടെ. ഇവനെ നിങ്ങൾ എവിടെയും കണ്ടുക്കണോ? ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ തീരെ വേണ്ടാത്ത ഇതൊന്ന് ശ്രദ്ധിക്കണേ. കെട്ടിക്കിടന്ന് വറ്റി വരേണ്ട കുളത്തിൻ്റെ മേലെ ഇങ്ങനെ ഒരു പാട പോലെ കാണും. കുളത്തിൻ്റെ ഒക്കെ മേലെ ഒരു പാട പോലെ. ആ ഒരു പാട ഉണ്ടാക്കണേ നമ്മൾ പറയുന്നതാണ് ദേ ഫോം ബ്ലൂം ഓൺ എന്ത് വാട്ടറാണ്? നല്ല വെള്ളമാണോ? അല്ല. എന്ത് വെള്ളത്തിൽ? പൊല്യൂട്ടഡ് വാട്ടർ. പറഞ്ഞടാ, സയനോബാക്ടീരിയ ദേ ഫോം ബ്ലൂം. അവരിങ്ങനെ പൊങ്ങി അങ്ങ് കെടുക്കും. ബ്ലൂം ഓൺ എന്ത് വെള്ളം? പൊല്യൂട്ടഡ് വാട്ടർ. എടുത്തു മോന്താൻ നിൽക്കണ്ട. ആര്? സയനോബാക്ടീരിയ. നോക്ക്, കഴിഞ്ഞിട്ടില്ല. വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. സയനോബാക്ടീരിയക്ക് 2 എക്സാമ്പിൾ ഉണ്ട്. സയനോബാക്ടീരിയ പറഞ്ഞൊരു ടൈപ്പാണ്. അതിൽ കുറേ ടൈപ്പുകളുണ്ട്. അതിൻ്റെ 2 എക്സാമ്പിൾ. ഇതൊക്കെ വേണം മോനെ, ഇതൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവില്ല. എന്നാ സാറ് ഇവിടെ ഈ ലാസ്റ്റ് എഴുതിയ ഈ റുമിനൻ്റ് ആനിമൽസ് നമുക്ക് കാണുന്നില്ലേ? റുമിനൻ്റ് ആനിമൽസ് നോക്കണേ, നല്ല ഇമ്പോർട്ടൻ്റ് ആണേ. ഇവിടെ നോക്കടാ. ഇവിടെ ഈ എക്സാമ്പിൾ വരുന്ന ആളാണ് നൊസ്റ്റോക്ക്. സയനോബാക്ടീരിയൻ്റെ എക്സാമ്പിളാണ് നൊസ്റ്റോക്ക് ആൻഡ് അനബീന. നൊസ്റ്റോക്ക് ആൻഡ് അനബീന. മക്കളെ, അതിൻ്റെ കുറച്ച് സാധനം സാർ പ്രത്യേകം ഒന്ന് മാറ്റി എഴുതുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചിടാ, ക്ലാസ് ശ്രദ്ധിക്കടാ. നോക്ക്, 2 എക്സാമ്പിളാണ് സയനോബാക്ടീരിയൻ്റെ 2 എക്സാമ്പിളാണ് നൊസ്റ്റോക്കും അനബീനും. ഇതിൻ്റെ ഒരു ഫിഗറാണ് സാറ് വരയ്ക്കുന്നത്. ഈ നൊസ്റ്റോക്കിൻ്റെ ഒരു ഫിഗർ ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോട്ടോ. നൊസ്റ്റോക്കിൻ്റെ ഒരു ഫിഗറാണ് വരയ്ക്കുന്നത്. ഒന്നുമില്ലടാ, ചെറിയൊരു സാധനം അങ്ങനെ ഒരു ഫിഗർ ഉണ്ട് കാണും. പരീക്ഷ കണ്ടു വരും. ചുമ്മാ ഒരു ഫിഗർ. അതിൻ്റെ പുറത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ലെയറൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കവർ ചെയ്തൊരു ലെയർ ഉണ്ടാവും. അതുകൊണ്ട് തീർന്നില്ല. അതിൻ്റെ ചില സെല്ലുകൾ ഇങ്ങനെ വേറൊരു കളർ ഉണ്ടാവും. ചില സെല്ലുകൾ ഒരു കളർ ഉണ്ടാവും. അതും കൂടി നോക്കുക. ഇത് ആരെ ചിത്രമാണെന്ന് പഠിക്കുക. നൊസ്റ്റോക്ക്. എന്നാ ഇവിടെ ശ്രദ്ധിച്ചോ. സാറേ, ഈ പുറത്തുള്ള കവറിങ് ഇല്ലേ, അതിനെന്താ വിളിക്കുക? എന്നാ വിളിച്ചോ, മ്യൂസിലേജിനസ് ഷീത്ത്. സാർ, ഈ കളർ കൊടുത്ത എന്തിനാ? ആ സെല്ലുകളുടെ പേര് അതാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ.
ഹെറ്ററോസൈറ്റ്സ്. ഹെറ്ററോസൈറ്റ്സ് അതാ നൊസ്റ്റോക്കിന്റെ ശ്രദ്ധിക്ക്. നൊസ്റ്റോക്കും അനബീനി ആറ് എക്സാമ്പിൾ ആണ് സയനോബാക്ടീരിയ. അപ്പൊ അതിന്റെ സയനോബാക്ടീരിയ ആയിട്ടുള്ള നൊസ്റ്റോക്കിന്റെ ചിത്രമാണ്. അതിൽ പുറത്തൊരു കവറിങ് ഉണ്ടാവും, മ്യൂസിലേജിനസ് ഓർ ജലാറ്റിനസ് എന്നൊക്കെ പറയും, വിട്ടേക്ക്. ആ സെല്ല്, അതിന് ചില പ്രത്യേക സെല്ലാണ് ഹെട്രോസിസ്റ്റ് മറക്കണ്ട. അതിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, അന്തരീക്ഷത്തിലുള്ള നൈട്രജന് ശരീരത്തിലേക്ക് ഫിക്സ് ചെയ്യും. ആ സെല്ലാണ് ഹെറ്ററോസിസ്റ്റ്. മറക്കരുത്, ഹെറ്ററോസിസ്റ്റ് വന്നിരിക്കും. ക്വസ്റ്റ്യൻ ഇടുന്നോണ്ടൊക്കെ ആദ്യത്തെ നോട്ടം ഇതിലേക്കാണ് മക്കളെ, ഇതിലേക്കാണ്. ഇത് ഇട്ടിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ. ഐഡിയ കിട്ടിയോ? കഴിഞ്ഞിട്ടില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ യു ബാക്ടീരിയ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന് നോക്കണേ. ഈ യു ബാക്ടീരിയയിൽ ചില ആൾക്കാർ ഹെറ്ററോട്രോപ്സ് ആണ്. ഈ വാക്കൊക്കെ എൻ്റെ മക്കൾ ഇതിന് മുന്നേ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും സാറ് പറഞ്ഞുതരാം. ബാക്കിയുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവില്ലാത്തവർ. എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുണ്ടോ? അടുക്കള പോയിട്ട് ഉണ്ടാക്കണല്ല. ഇത് നമ്മൾ തിന്നല എങ്ങനെ? ബാക്കിയുള്ള ചെടികളെ കൊത്തിമുറിച്ച് തിന്നും, അല്ലെങ്കിൽ ആനിമൽസിനെ കില്ല് ചെയ്ത് തിന്നും, അല്ലേ? അപ്പം നമ്മൾ ഏത് ഗ്രൂപ്പാണ്? ഹെറ്ററോട്രോപ്സ്. എന്നാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്നുന്ന ചെടികളോ, അവരൊക്കെ ഏത് ഗ്രൂപ്പാണ്? ഓട്ടോട്രോപ്സ്. ഇനി ഹെറ്ററോട്രോപ്സിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. പാരസൈറ്റുകളുണ്ട്, പ്രിഡേറ്റർ ഉണ്ട്, സാപ്രോഫൈറ്റ് ഉണ്ട്. എന്താ പറയുക സാപ്രോഫൈറ്റ്? ബാക്കിയുള്ളവന് ഈ ചത്ത് ചീഞ്ഞ സാധനങ്ങളില്ലേ, ഡെഡ് ആൻഡ് ഡീക്കേ, അതീന്ന് ഭക്ഷണം കണ്ടെത്തുന്നവരാണ് സാപ്രോഫൈറ്റ്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് തിരിച്ചു വരാം. യു ബാക്ടീരിയയിൽ ഒരു വിഭാഗമാണ് ഹെറ്ററോട്രോപ്സ്. ഈ ബാക്ടീരിയനെ കൊണ്ട് നമുക്ക് വല്ല യൂസസ് ഉണ്ടോ? നമുക്കത് പഠിച്ചാൽ പോരെ. എന്നാ നോക്കിക്കോ. മേക്ക് കേട് ഉണ്ടാക്കാനോ? തൈരടോ. അതേപോലെ തന്നെ മേക്ക് ആൻറ്റിബയോട്ടിക് ഗുളികകൾ. ആൻറ്റിബയോട്ടിക് ഒരു വെള്ളയും ചുവപ്പും കളറിലോ ഒരു മഞ്ഞ കളറിലോ ഒക്കെ പനി തൊണ്ടവേന വരുമ്പോൾ എടുത്തടിക്കൂലേ? ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതേപോലെ തന്നെ ഫിക്സ് നൈട്രജൻ ഇൻ ലെഗ്യൂം പ്ലാന്റ്സ്. ലെഗ്യൂം പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. യു ബാക്ടീരിയയിലെ ഏത് ടൈപ്പ്? ഹെറ്ററോട്രോപ്സ്. അപ്പോൾ യു ബാക്ടീരിയൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ യൂസസ് ചോദിച്ചാൽ ഇത് എഴുതി കൊടുത്താൽ മതി. ഇവർ ഡിസീസും ഉണ്ടാക്കും കേട്ടോ. ഹെറ്ററോട്രോപ്സ് ചില്ലറക്കാരില്ല. കോളറ, ടൈഫോയിഡ് ഒക്കെ ഡിസീസ് ഉണ്ടാക്കുന്ന ആളാണ്. അവിടെ കട്ടെ. ഇനി നമുക്ക് മൊണീറയിൽ, നമ്മുടെ മൊണീറ കിങ്ഡാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. മൊണീറയിൽ അവസാനത്തെ ഒരാളെ സാർ അവിടെ ലാസ്റ്റ് എഴുതിയിരുന്നു. ആരായിരുന്നടാ? മൈക്കോപ്ലാസ്മ. സാറിൻ്റെ കൂടെ പറഞ്ഞു പഠിക്കുക. അതൊന്നും ഡെയിലി പെരയിൽ പറയുന്ന പേരുകളല്ല, ഇവിടെ പറഞ്ഞിരുന്നോ? പറടാ. മൈക്കോപ്ലാസ്മൻ്റെ 3 പോയിന്റ്. ഇതൊരു ടൈപ്പ് ബാക്ടീരിയയാണ്. ഇവന്മാരെ പ്രത്യേകത സ്മോളസ്റ്റ് ലിവിങ് സെല്ലുള്ള ആളാണ്. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. ഏറ്റവും ചെറിയ ജീവനുള്ള സെല്ല് മൈക്കോപ്ലാസ്മയാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഇവർക്ക് ക്യാൻ സർവൈവ് ജീവിക്കാൻ പറ്റും വിത്തൗട്ട് ഓക്സിജൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. നോട്ട് ചെയ്തോ. ലാസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് സെൽ വാൾ. ഒന്മാർക്ക് സെൽവാൾ ഇല്ല. പക്ഷെ ബാക്ടീരിയക്ക് ബാക്കി എല്ലാവർക്കും സെൽവാളൊക്കെ ഉണ്ട്. യു ബാക്ടീരിയക്ക് റിജിഡ് സെൽവാൾ ഉണ്ട്. ആർക്കിയ ബാക്ടീരിയക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽവാൾ ഉണ്ട്. പക്ഷേ മൈക്കോപ്ലാസ്മക്ക് ലാക്ക് ഓഫ് സെൽവാൾ. എൻ്റെ പൊട്ടന്മാരെ, ലക്ഷക്കണക്കിന് സെൽവാൾ എന്നല്ലട്ടോ, സെൽവാൾ ഇല്ലാന്നാണ് കേട്ടോ. മറക്കണ്ട, മാറണ്ട, മുത്തുമണികളെ നോക്കി വെച്ചോ. മൈക്കോപ്ലാസ്മ ഈസ് എ ബാക്ടീരിയ ലാക്ക് ഓഫ് സെൽവാൾ. സാറേ ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ഇതടാ, നമ്മൾ ബാക്ടീരിയ കഴിഞ്ഞു, ദാറ്റ് ഇസ് മൊണീറ കഴിഞ്ഞു. ഇനി എങ്ങോട്ട്? ഇനി നമ്മുടെ പോക്കെങ്ങോട്ട്? പ്രൊട്ടിസ്റ്റ. ആരാ സാറേ പ്രൊട്ടിസ്റ്റയിലുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക്, ഓൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്ടുകൾ. എന്താ യൂക്കാരിയോട്ട് എന്ന് എല്ലാവർക്കും അറിയാം. ട്രൂ ന്യൂക്ലിയസ് ഉള്ള സിംഗിൾ സെല്ല്, ഒറ്റ സെല്ലായിട്ടുള്ള ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആളുകളാണ് അധികവും പ്രോട്ടിസ്റ്റയിൽ. സാറേ പ്രോട്ടിസ്റ്റ പഠിക്കുമ്പോൾ അതിൽ കുറേ സാധനങ്ങളെ കുറിച്ച് പഠിക്കാണ്ട്. എന്ത് ചെയ്യും? പഠിക്കണം. എന്ത് ചെയ്യാൻ? പഠിക്കാൻ വേണം. എന്നാ പിടിച്ചോ. പ്രോട്ടിസ്റ്റയില് 5 ആൾക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്.
5 ഉണ്ടടാ, എന്നാ പിടിച്ചോ, സാറിൻ്റെ കൂടെ നിന്നാൽ മതി, നമുക്കിത് സെറ്റാക്കി എടുക്കാം. എന്നാ 5 ആൾക്കാരെ കുറിച്ച് അങ്ങ് പഠിച്ചാൽ ഏകദേശം എൻ്റെ പരിപാടിക്ക് പണിക്കുറ്റം കഴിഞ്ഞു. എന്നാ പ്രൊട്ടസ്റ്റിലുള്ള 5 ആൾക്കാർ. ആദ്യത്തെ ആള് ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ഇയർ ഓഫ് ദ ഇന്ത്യ ഓഫ് ദ വേൾഡ്, ക്രൈസോഫൈറ്റ്സ്. എടാ സാറേ എങ്കിൽ പ്രോട്ടിസ്റ്റയിൽ പാരാള് മൗണീറ പറയുമ്പോൾ സാറ് ബാക്ടീരിയ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പ്രോട്ടിസ്റ്റയിൽ ആരാള് ഞങ്ങൾക്ക് അറിയുന്ന ആരെയും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അമീബ, പാരമീസിയം, ഇതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയണാണ്. ആ ആളുകൾ ഉള്ള ഏരിയയാണ് പ്രോട്ടിസ്റ്റ. അതിൻ്റെ ഒരു ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ്. കുറേ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് എന്നാ പിടിച്ചോ ഡൈനോഫ്ലജെല്ലേറ്റ്. എടാ മൂന്നാമത്തെ ഗ്രൂപ്പാണ് മറക്കണ്ട യൂഗ്ലിനോയിഡ്സ്. നാലാമത്തെ ഗ്രൂപ്പാണ് സ്ലൈം മൗൾസ്. നാലാമത്തെ ഗ്രൂപ്പാണ് സ്ലൈം മൗൾസ്. എടാ 5ാമത്തെ ഗ്രൂപ്പ് സാർ ഇവിടെ എഴുതാ, എന്നാ നോക്ക് മക്കൾ കാണുന്നുണ്ടോ നോക്ക്, പ്രോട്ടോസോവൻസ്. 5 ഗ്രൂപ്പ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, നരി പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പഠിച്ചേ പറ്റൂ. ക്രൈ, ഡൈ, യു, സ്ലൈ, പ്രോ 5 പഠിച്ചേ പറ്റുള്ളൂ. ക്രൈ ചെയ്താലും ഡൈ ആയാലും യു, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻസ് പറഞ്ഞ് പഠിച്ചേ പറ്റൂ. പ്രൊട്ടിസ്റ്റയിലെ 5 പേര് അങ്ങ് വീഡിയോ അങ്ങ് പോസ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ച് പറഞ്ഞ് പഠിക്കണം അവന്മാരെ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലൈറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻസ്. എന്നാ നോക്കടാ, അവന്മാരുടെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സാറേ ഒരുപാട് പഠിക്കാണ്ടോ? ഇല്ല, ഇവിടെ പിടിച്ചോ. ക്രൈസോഫൈറ്റ്സിൻ്റെ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കണം. ഡയാറ്റം ഡെസ്മിഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോൾഡൻ ആൽഗെ. ഇവിടെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ചു പോയതോ. ഈ ഡയാറ്റത്തിൻ്റെ സെൽ വാള് ഇതൊന്ന് ശ്രദ്ധിക്കണേ. സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്ക കൊണ്ടാണ്. സിലിക്ക എന്ന് പറഞ്ഞൊരു കെമിക്കൽ കമ്പോണൻ്റ് കൊണ്ടാണ്. സിലിക്കൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ, നശിക്കൂല. സിലിക്ക നശിക്കൂല, ഇറ്റ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ, നശിക്കൂല. സിലിക്ക നശിക്കൂല. അതുകൊണ്ട് നശിക്കാതിരുന്നോണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്കൊരു ഗുണമില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചോ, സിലിക്ക നശിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ സെൽവാള് കുറേ കൊല്ലം മണ്ണിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഡെപ്പോസിറ്റ് ഓൺ സോയിൽ മണ്ണിനടിയിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. കടലിലാണ് ഇവർ കാണുക. കടലിൽ മേലെ ഇങ്ങനെ കിടക്കും. മൈക്രോസ്കോപ്പിക് ആണ്, ചെറിയ ജീവിയാണ്, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ സെൽവാള്, സിലിക്ക കൊണ്ടുണ്ടാക്കിയ സെൽവാള് സോപ്പ് വെട്ടി പോലെയാണ്, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള 2 അറകളായിരിക്കും. ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുക. കണ്ടോ, ഇത് ഓവർലാപ്പിംഗ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നിൽക്കുക. മരിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ എത്ര വർഷം കിടക്കും? ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അങ്ങനെ കിടന്നാൽ ഓരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡയാറ്റമേഷ്യസ് എർത്ത്. എന്താടാ വിളിക്കുക? ഡയാറ്റമേഷ്യസ് എർത്ത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ +2 പരീക്ഷയ്ക്ക് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അറിയില്ലേ പോണ്ട, ആ വൈക്ക് പോണ്ട. ഇത് വരാത്തൊരു പരീക്ഷ ഇല്ല. ഡയറ്റമേഷ്യസ് എർത്ത് ഇതുകൊണ്ട് എന്താ ഉപയോഗം? ഞമ്മക്ക് ഉപയോഗങ്ങളുണ്ട്. എന്നാ പോളിഷിങ്ങിനൊക്കെ സഹായിക്കും. പല സംഭവങ്ങളും പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കും. ആൻഡ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്. എടാ ഒന്ന് പഠിച്ചു വെച്ചോ മക്കളെ. ക്രൈസോഫൈറ്റ്സിൽ 2 എക്സാമ്പിളാണ് ഡയറ്റംസും ഡെസ്മിഡ്സും. സെൽവാൾ മേഡപ്പ് ഓഫ് സിലിക്ക, നശിക്കാത്തതുകൊണ്ട് തന്നെ ഇത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മണ്ണിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അവിടെ കെടുക്കും. സോ കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. അതിൻ്റെ യൂസസ് ഇത് മറന്നിട്ട് ആരും പരീക്ഷയ്ക്ക് പോകണ്ട. വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. അത്ര ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിൽ വേറെ ഉണ്ടോ? സംശയമാണ് മക്കളെ, സംശയമാണ്. സാറ് ഇത് ഒന്ന് വിടുകയാണ്. അടുത്തത് നമുക്ക് എഴുതാനുള്ള ഒരു സ്ഥലം സാറ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നാ നോക്കടാ, ഡൈനോഫ്ലജെല്ലൈറ്റ്സ്. എന്നാ സാറ് പറഞ്ഞ വേഗം ഒന്ന് കേട്ടോ. 2 ഫ്ലജെല്ലുണ്ട്, ആക്കെ പോട്ടെ. ഇതൊരു എക്സാമ്പിളാണ് ഗോണിയോലെക്സ്. എടാ ഗോണിയോലെക്സ് ചോപ്പ് കളറായിരിക്കും, റെഡ് കളറാണ്. മാത്രമല്ല ഇവന്മാർ കടലിൽ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തുണ്ടാക്കും അറിയോ? റെഡ് ടൈഡ് ഉണ്ടാക്കും. സാറ് പറഞ്ഞേ, ഇവന്മാർ കടലിൽ ആണ്ട് പരക്കും. ഒറ്റൊന്നും ഉണ്ടായത് കണ്ടമായിട്ട് ഉണ്ടാക്കിയിടും.
കടലിട്ട് പരക്കും കടലിൽ നിറച്ച് ഇവന്മാരാവും. ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ്. അതുകൊണ്ട് ഇപ്പം എന്താ നമുക്ക് പ്രശ്നം ഉണ്ടോ? റിലീസ് ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. അതുകൊണ്ട് എന്താ പ്രശ്നം? ഫിഷുകൾ മരിക്കും. ഫിഷിനെ കില്ല് ചെയ്യാൻ ഇത് മതി. കിൽ ഫിഷ്, കിൽ ബില്ലല്ല, കിൽ ഫിഷ്. ഫിഷിനെ കൊല്ലാൻ ഇത് മതി. മറക്കരുത്, ഡൈനോഫ്ലജലൈറ്റ്സ്. എക്സാമ്പിൾ ഗോണിയോലെക്സ്, ചുവപ്പ് കളറാണ്. കടലിൽ റെഡ് ടൈഡ് ഉണ്ടാക്കും, അതായത് ചുവന്ന് കെടുക്കും. അതുകൊണ്ട് എന്താ പ്രശ്നം? അവിടെ ടോക്സിക് റിലീസ് ചെയ്യും. ഈ ടോക്സിക് മീനിനെ കൊല്ലും. ഫിഷിനെ കൊന്നുകളയും സാറേ, കൊന്നുകളയും. ക്രൂരന്മാർ, ദുഷ്ടന്മാർ. എന്നാ ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് യാര് യൂഗ്ലിനോയിഡ്. സാറേ യൂഗ്ലിനോയിഡ്സിന്റെ ഒരു എക്സാമ്പിൾ പറയോ? അല്ലോ ടഫാണ് യൂഗ്ലീന. ഉണ്ടേണ് യൂഗ്ലീന സിമ്പിൾ സാധനം. എടാ യൂഗ്ലീനിന്റെ വേറൊരു പ്രത്യേകത വെച്ചാലേ, ഇൻസ്റ്റെഡ് ഓഫ് സെൽവാളിന് പകരം ഇവന്മാർക്കുള്ളത് ഒരു സാധനമാണ് പെല്ലിക്കിൾ. മറക്കരുത്, പറടാ. യൂഗ്ലിനോയിഡ്സിന് സെൽവാളിന് പകരം എന്താ ഉള്ളത്? പ്രോട്ടീൻ അടങ്ങിയ പെല്ലിക്കിളാണുള്ളത്. അതുകൊണ്ട് അവന്മാർ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. കണ്ടോ, എവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിരിക്കും. വൈ യൂഗ്ലിനോയിഡ്സ് ഈസ് ഫ്ലെക്സിബിൾ? കൊടുക്കടാ, ബിക്കോസ് ദേ ഹാവ് പെല്ലിക്കിൾ. സെൽവാളിന് പകരം മറക്കരുത് യൂഗ്ലിനോയിഡ്സ്. അവന്മാർ മഹാനാറികളാട്ടോ യൂഗ്ലിനോയിഡ്സ്. പകൽമാന്യന്മാരാണ്. വെളിച്ചുള്ളപ്പോൾ ഇവന്മാർ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തും. വെളിച്ചമില്ലാത്തപ്പോൾ ഇവന്മാർ പ്രിഡേറ്ററാവും, ഇര പിടിക്കും, ബാക്കി ജീവികളെ കൊന്നു തിന്നും. ഇവന്മാരുടെ പിഗ്മെൻറ്റ്സ്, ആരുടെ പിഗ്മെൻറ്റ്സ്? യൂഗ്ലിനോയിഡ്സിൻ്റെ പിഗ്മെൻറ്റ്സ് സിമിലർ ടു ഹയർ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് ഇവരേലും കാണാറുണ്ട്. ഓക്കെ, ആർക്കറിയാം, എന്തോ ഒരു അവിഹിതം. ആയിക്കോട്ടെ, പോട്ടെ. പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് അവരേലും കാണാറുണ്ട്. പോട്ടെ. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സ്ലൈം മൗൾസ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എടാ ഒരിത്തിരി ടഫാണ്. ഈ സ്ലൈം മൗൾസിനെ കുറിച്ച് പറയുമ്പോൾ ഇവന്മാരെ ആദ്യം പറയേണ്ടത് ദേ ആർ സാപ്രോഫൈറ്റിക്. ഈ വാക്ക് വിട്ടൊരു കളിയില്ല. സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ എന്നറിയപ്പെടുന്നത് സ്ലൈം മൗൾസ്. എന്തായിരുന്നു സാപ്രോഫൈറ്റിക്? സാറുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നും കൂടി പറയാം. എടാ, ഡെഡ് ആൻഡ് ഡീക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, ചത്ത് ചീഞ്ഞ സാധനങ്ങളിൽ നിന്ന് ഓർഗാനിക് മാറ്റർ വലിച്ചെടുക്കുക. എന്നിട്ട് ഭക്ഷണം, അതാണ് അവരുടെ ഭക്ഷണം സ്ലൈം മൗൾസ്. ഇവന്മാർ നല്ല സമയത്ത് ഫേവറബിൾ കണ്ടീഷൻ, ഇവന്മാർക്ക് അനുയോജ്യമായ കണ്ടീഷൻ വന്നാൽ, ഫേവറബിൾ കണ്ടീഷനിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. എന്നിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കും, പ്ലാസ്മോഡിയം. സാറേ ഇത് മറ്റേ മലേറിയൊക്കെ അസുഖം ഉണ്ടാക്കണേ അല്ലേ? അല്ല, അത് ഇതറേ കേട്ടോ. ഇവന്മാർ സ്ലൈം മൗൾസ് നല്ല കണ്ടീഷനിൽ ഇവന്മാരെന്ത് ചെയ്യും? ഒരുമിച്ച് കൂടിയിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കും, പേര് പ്ലാസ്മോഡിയം. അതിൻ്റെ ഉള്ളിൽ ഇവന്മാരൊരു ഫ്രൂട്ടിംഗ് ബോഡിയൊക്കെ ഉണ്ടാക്കും. ഫ്രൂട്ടിംഗ് ബോഡി ജസ്റ്റ് ഒരു സാധനം, ഒരു ഫ്രൂട്ട് പോലത്തെ ഒരു സാധനം വിചാരിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പോറുകൾ ഉണ്ടാക്കും. ഈ സ്പോറൊക്കെ നല്ല റെസിസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ, നല്ല കട്ടിയുള്ള സ്പോറുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സ്ലൈം മൗൾസ്, സാപ്രോഫൈറ്റിക്, പ്ലാസ്മോഡിയം. ഈ മൂന്ന് വാക്കുകൾ മാത്രം എവിടെ വന്നാലും ഒരുമിപ്പിച്ച് കൊടുത്താൽ മതി. വെരി സിമ്പിൾ. നെക്സ്റ്റ്, എടാ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോസോവൻസിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ. എന്നാ പിടിച്ചോ. പ്രോട്ടോസോവൻസ് 4 ഗ്രൂപ്പ് ഉണ്ട് അതിൽ. ഒന്ന് അമീബോയിഡ് പ്രോട്ടോസോവൻ. 2 ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലുള്ള പ്രോട്ടോസോവൻ. 3 സീലിയേറ്റഡ്, ഇത് CI ആണ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. 4 സ്പോറോസോവൻസ്. 4 സ്പോറോസോവൻസ്. ഓക്കെ, ഇനി സാറേ എന്താ ഇപ്പം ഞങ്ങൾ പഠിക്കേണ്ടത്? നോക്കിക്കോ, ഇതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ പഠിച്ച് വിട്ടാൽ മതിയോ? ഇതിനൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ച് ഓടിച്ച് വിട്ടാൽ മതി. അമീബോയിഡിൻ്റെ എക്സാമ്പിളാണ് എൻ്റെ അമീബ. ആര്യ അമീബ അല്ല, എൻ്റെ സ്വന്തം അമീബ. ആര്യ അമീബ അല്ല, എൻ്റെ സ്വന്തം അമീബ, എൻ്റെ അമീബ. ഫ്ലജല്ലേറ്റഡിൻ്റെ എക്സാമ്പിളാണ് ട്രൈപ്പനോസോമ.
ട്രൈപ്പനോസോമ ഇതൊരു അസുഖം കൂടി ഉണ്ടാക്കും. മനുഷ്യന്മാർക്കൊക്കെ ഒരു ഡിസീസ് ഉണ്ടാക്കും. ഡിസീസിന്റെ പേരാണ് സ്ലിപ്പിംഗ് സിക്നസ്. ഉറക്കത്തിന്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ, ഉറക്കത്തിന്റെ പ്രശ്നമൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമുക്കൊക്കെ ഉറക്കം കൂടിയ പ്രശ്നമാണ് അല്ലേ, ആ പ്രശ്നമല്ല. ട്രൈപ്പനോസോമ എന്താ സുഖമായിട്ട് ഉണ്ടാക്കുക? സ്ലീപ്പിംഗ് സിക്നസ്. സീലിയേറ്റഡിന് എക്സാമ്പിൾ ആണ്. ട്രൈപ്പനോസോമ എന്നുള്ളത് എക്സാമ്പിൾ ആണ്. സീലിയേറ്റഡിന് എക്സാമ്പിൾ പാരമീസിയം. സാറേ സ്പൊറോസോവൻസിന് എക്സാമ്പിൾ ഇതാണ്, പ്ലാസ്മോഡിയം. നമ്മൾ പറഞ്ഞ മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം, മലേറിയ അസുഖം ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം. ഈ 4 എക്സാമ്പിളും മക്കൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻറ്റ്. എടാ സാറേ അതും കഴിഞ്ഞു, ഇനി എങ്ങോട്ടാ സാറിന്റെ പോക്ക്? ഫംഗസ്. സാറേ ഫംഗസിൽ എന്ത് ഫംഗസ് മെയിൻലി നമുക്കറിയാം അവർ സാധാരണ എന്ത് ടൈപ്പാണ്? സാപ്രോഫൈറ്റിക് ആണ്, അതായത് ചത്ത ചീഞ്ഞ സാധനങ്ങൾ. എന്നാൽ അതിൽ ചില ആൾക്കാർ എന്തും കൂടി ഉണ്ട്, സിംബയോട്ടിക്കും കൂടി ഉണ്ട്. എന്താടാ സിംബയോട്ടിക്? എടാ 2 പേര് ഒരുമിച്ച് ഇങ്ങനെ നല്ല ഇണ ചേർന്ന് ജീവിക്കാം. ഉദാഹരണത്തിന് ഫംഗസ് ആൽഗേൻ്റെ കൂടെ ചേരും, ഫംഗസും ആൽഗയും കൂടി ഒരുമിച്ച് ജീവിക്കും. ഫംഗസ് ഉള്ള ഭക്ഷണവും പുറത്തുനിന്ന് മിനറൽസൊക്കെ കൊണ്ടുവരും, വീട് പോലെ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആൽഗെ അതേറ്റ് ഫുഡ് ഉണ്ടാക്കും. ഒരു ബ്യൂട്ടിഫുൾ കപ്പിൾസ് അല്ലേ, എന്തൊരു രസം. അങ്ങനെ ജീവിക്കുന്ന സിംബയോട്ടിക് എന്ന് പറയാം. അങ്ങനെയുള്ള 2 എക്സാമ്പിൾസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്ന് ലൈക്കൻസ്, രണ്ട് മൈക്കോറൈസ. ഫംഗസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫംഗസ് ഭക്ഷണം കഴിക്കുന്ന രീതി സാപ്രോഫൈറ്റിക്കും ഉണ്ട്, സിംബയോട്ടിക്കും ഉണ്ട്. 2 പേരും ഒരുമിച്ച് ജീവിക്കുക. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവനെ കൊന്നു നിന്നാ. സിംബയോട്ടിക് ലൈക്കൻസും ഉണ്ട്, മൈക്കോറൈസ. ലൈക്കൻസിൽ 2 ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ ആളാണ് ആൽഗെ, രണ്ടാമത്തെ ആള് ഫംഗസ്. ആൽഗേക്ക് വിളിക്കുന്ന ഇതൊന്നും പഠിക്കാൻ പോരുതേ. ആൽഗേക്ക് വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്, ഫംഗസിന് വിളിക്കുന്ന പേരാണ് മൈക്കോബയോണ്ട്. ഈ ലൈക്കൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവരൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഉള്ളിടത്ത് ലൈക്കൻ ഉണ്ടാവില്ല. പൊല്യൂഷൻ ഉണ്ടോ? ലൈക്കൻ ഇല്ല. അപ്പോൾ ലൈക്കൻ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാം അവിടെ നല്ല പൊല്യൂഷൻ ഉണ്ടെന്ന്. സോ ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. പറയടാ, ആൽഗെ കമ്പോണന്റ് ഈസ് ഫൈക്കോബയോണ്ട്, ഫംഗൈ കമ്പോണന്റിനെ വിളിക്കുന്ന പേര് മൈക്കോബയോണ്ട്. ആൽഗെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രിപ്പയർ ഫുഡ്. ഫംഗൈ എന്താ വെച്ചാൽ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, ഷെൽട്ടർ. അതേപോലെ തന്നെ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യും കേട്ടോ. മൈക്കോറൈസി അതേപോലത്തെ ഒരു കോമ്പിനേഷനാണ്. ഇതിൽ വരുന്നത് പ്ലാന്റിൻ്റെ റൂട്ടും അതേപോലെ തന്നെ ഫംഗസും. ഇവിടെയും സെയിം ആണ്. പ്ലാന്റ് റൂട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഫംഗസ് ഷെൽട്ടർ അല്ല, ഇവിടെ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ എഴുതിയാൽ മതി. മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും, മിനറൽസൊക്കെ വലിച്ചെടുക്കാനൊക്കെ സഹായിക്കും. ഷെൽട്ടറുണ്ട്, ചെറിയ രീതിയിൽ ഷെൽട്ടറുണ്ട്, അത് വിട്ടേക്ക്. മിനറൽസൊക്കെ അബ്സോർപ്ഷൻ വലിച്ചെടുക്കാനൊക്കെ സഹായിക്കും. ഈ ഒരു കോമ്പിനേഷനാണ് മൈക്കോറൈസ. ഇതാണ് ലൈക്കൻസ്. 2 പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ്. ഫംഗസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഫംഗസ് ആണ്. സാറേ ഫംഗസിൽ ഇനി എന്താണ് ഇമ്പോർട്ടൻറ്റ്? എടാ ഫംഗസിൻ്റെ ഒന്നുകൂടെ നോക്കിയടാ, വേഗം ക്ലാസ് ശ്രദ്ധിച്ചിരുന്നോ. ഫംഗസിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ഫംഗസിൽ ഈസ്റ്റ് യൂണിസെല്ലുലാറാണ്. അപ്പോൾ അത് പോട്ടെ, ഒറ്റ സെല്ലുള്ളൂ. ഈസ്റ്റ് ഒരു ഫംഗസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈസ്റ്റ് നമ്മൾ വീട്ടിൽ അപ്പത്തിലിടാറുണ്ട്, ബ്രെഡ് ഉണ്ടാക്കുന്ന പേരാണ് ബ്രെഡിലിടാറുണ്ട്. അങ്ങനെ പൊന്തി വരും അല്ലേ, വെരി നൈസ്. വെള്ളപ്പത്തിൽ അല്ലേ. എടാ ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാവരും ഓൾ അതേഴ്സ് ആർ ഫിലമെൻറ്റസ്. എന്താടാ ഫിലമെൻറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താടാ സാറേ ഫിലമെൻറ്റസ്? നാര്. ഇതിൻ്റെ ഒരു ചിത്രമാണ്. ഈ നാരുകളെ നമുക്ക് വിളിക്കാം, ഈ ഓരോ നാരിനെ നമുക്ക് വിളിക്കാം ഹൈഫെ. എന്ത് വിളിക്കാം? ഹൈഫെ. അത് കൂടി ചേർന്നാൽ നാല് പല രീതി ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇത് കൂടി ചേർന്ന് ഇതൊരു നെറ്റ്വർക്ക് ആയില്ലേ, ഒരു വലയായില്ലേ. ഈ വലക്ക് വിളിക്കുന്ന പേരാണ് മൈസീലിയം.
മൈസീലിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക്, ഒരു വല. ഓരോ നൂലിനെയും വിളിക്കുന്ന പേര് ഹൈഫേ. അത് ചേർന്നൊരു വലയായാൽ മൈസീലിയം. നെറ്റ്വർക്ക് മൈസീലിയം. വെരി ഇമ്പോർട്ടൻറ്റ്, മറക്കരുത്. ഹൈഫേ 2 ടൈപ്പൊക്കെ ഉണ്ട്. ഒന്ന് സീനോസൈറ്റിക് ടൈപ്പ് ഉണ്ട്, പിന്നെ ഒന്ന് സെപ്റ്റേറ്റ് ടൈപ്പ് ഉണ്ട്. സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ടൈപ്പൊക്കെ ഉണ്ട്. സീനോസൈറ്റിക് ആൻഡ് ഇതിനെ വിളിക്കുക അസെപ്റ്റേറ്റ് എന്നൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ പഠിച്ചു പോകേണ്ടത്, ഇവിടെ എൻ്റെ മക്കൾ പഠിക്കേണ്ടത് ഫംഗസ്, ഈസ്റ്റ് ആണെങ്കിൽ യൂണിസെല്ലുലാർ, ബാക്കി എല്ലാവരും ഫിലമെൻറ്റസ്. ഓരോ നാരിനെയും ഹൈഫേ, നാര് കൂടി വലയായാൽ മൈസീലിയം. എന്നാ പിടിച്ചോ സാറേ. അടുത്ത പണി എടാ, ഫംഗസിനെ ഇത് കളി മാറുവേ. ഫംഗസ് കഴിഞ്ഞിട്ടില്ല, കുറച്ചധികമുള്ള ഏരിയയാണ് ഫംഗസിനെ നമുക്കൊരു 4 ഗ്രൂപ്പ് ആക്കണ്ടേ സാറേ? ആക്കണം. 4 ഗ്രൂപ്പ് പഠിക്കാണ്ട്. എന്നാ ഫസ്റ്റത്തത് ഫൈക്കോമൈസിറ്റ്സ്, നെക്സ്റ്റ് ആസ്കോമൈസിറ്റ്സ്, നെക്സ്റ്റ് ഡ്യൂട്രോമൈസിറ്റ്സ്. കാണില്ലേ മക്കളെ? കാണില്ലേ? അവിടെ കട്ടെ. ഡ്യൂട്രോമൈസിറ്റ്സിൻ്റെ ഇടയിൽ നമുക്ക് ഒരാളും കൂടി പഠിക്കാം. നമ്മളൊരു മെയിൻ ഒരാളും കൂടി ഉണ്ട്. ബെസിഡിയോമൈസിറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഡ്യൂട്ടറോമൈസിറ്റ്സ്. Am I clear? ഈ വാക്കുകളൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം. ഈ വാക്കുകളൊക്കെ എൻ്റെ മക്കൾ പഠിച്ചതാണ്, എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ കേട്ടതാണ്, സ്കൂളിൽ കേട്ടതാണ്. പറടാ, ഫംഗസിൻ്റെ 4 ടീംസ് ആരൊക്കെയാടാ? ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ്, ഡ്യൂട്രോമൈസിറ്റ്സ്. സാറേ, ഇതിലൊക്കെ ഞങ്ങൾ എന്താ പഠിക്കേണ്ടത്? എന്നാ അങ്ങ് പിടിച്ചോ. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കണേ. എടാ, ഇവന്മാരിലുള്ള അസെക്ഷൽ സ്പോർ ഒന്ന് പഠിക്കണം. അസെക്ഷൽ സ്പോറിൻ്റെ പേര് സാറ് പറഞ്ഞ് പഠിച്ചാൽ മതി. എന്നാ ഫൈക്കോമൈസിറ്റ്സിലെ അസെക്ഷൽ സ്പോറാണ് സൂസ്പോർ. ആസ്കോമൈസിറ്റ്സിലുള്ളതിൻ്റെ പേരാണ്, ഇതിൽ അപ്ലാനോസ്പോറും കൂടി ഉണ്ട്, ഒന്ന് പഠിച്ചാൽ മതി, കൊണിഡിയെ. ബെസിഡിയോമൈസിറ്റ്സിൽ അസെക്ഷൽ സ്പോർ ഇല്ല, ആബ്സെൻ്റ് ആണ്. ഡ്യൂട്രോമൈസിറ്റ്സിലും കൊണിഡിയെ. കുഴപ്പമില്ലല്ലോ, മതി. അസെക്ഷൽ സ്പോറുകൾ പഠിച്ചല്ലോ, അസെക്ഷൽ സ്പോർ. ഇനി ഇതിൻ്റെ മൈസീലിയത്തിൻ്റെ ടൈപ്പ് ഒന്ന് പഠിക്കുക. എന്നാ മൈസീലിയത്തിൻ്റെ ടൈപ്പ്, ഇതിലുള്ള മൈസീലിയം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സീനോസൈറ്റിക് ആൻഡ് അസെപ്റ്റേറ്റ്. എന്നാൽ ഇവർക്ക് 3 പേർക്കുള്ളത് ഒരേ ടൈപ്പാണ്. അപ്പോൾ സാർ ഇങ്ങനെ ഒന്നിച്ചെഴുതാണ്, സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ്. ഓക്കെ, അതായത് നമ്മളെ മൈസീലിയം ഹൈഫേ മൈസീലിയം അതാണ്. ഇത്രയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ സാറ് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമുക്കിനി പഠിക്കാനുള്ളത് ഇത്തെ ജഗജാല ഗില്ലാടി വീരന്മാരെയാണ്. അതായത് ഇവന്മാരുടെ എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവന്മാരുടെ എക്സാമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വിട്ടൊരു കളിയില്ല മക്കളെ. ഇവന്മാരുടെ എക്സാമ്പിൾ വിട്ടൊരു കളിയില്ല. അന്ന് അവിടെ ശ്രദ്ധിച്ചോ. ഓരോന്നിലെയും എല്ലാ എക്സാമ്പിളും നമ്മളിപ്പോൾ ഇവിടെ വെച്ച് പഠിച്ചു തീർക്കും. ഫൈക്കോമൈസിറ്റ്സിൻ്റെ എക്സാമ്പിളാണ്, എണ്ണി പഠിച്ചോ. മ്യൂക്കർ, റൈസോപ്പസ് എന്ന് നമുക്ക് കാണുന്നുണ്ടാവും. മ്യൂക്കർ, റൈസോപ്പസ് അഥവാ ബ്രെഡ് മൗൾഡ്. സാർ അങ്ങനെയൊക്കെ പഠിക്കണം. അത് ക്വസ്റ്റ്യൻ വരും. ആൻഡ് ലാസ്റ്റ് വൺ അൽബുഗോ. മസ്റ്റാർഡിലുള്ളതാണ് കേട്ടോ. മസ്റ്റാർഡ് പാരസൈറ്റ് എന്ന് അറിയപ്പെടുക. മസ്റ്റാർഡ് ചെടിയില്ലേ, അതാണ് മസ്റ്റാർഡ് പാരസൈറ്റ്. മക്കളെ പഠിച്ചു വെക്കണം. ഫൈക്കോമൈസിറ്റ്സിന് മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ എക്സാമ്പിൾസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആസ്കോമൈസിറ്റ്സിന് സാറ് പറയുന്നത് പഠിച്ചാൽ മതി, കുറേ ഒന്നും വാരി വലിച്ച് പഠിക്കണ്ട. എന്നാൽ നോക്ക്, ഈസ്റ്റ് ഇതിലാണ്. ഈസ്റ്റ് കുറേ ഉണ്ട്. സാറ് പറയുന്നത് പഠിക്കുക, കുറേ ഉണ്ട്. ന്യൂറോസ്പോറ എന്ത് സ്പോറ, അതിൻ്റെ ഒരു ഫങ്ഷൻ കൂടി പഠിക്കണം. ന്യൂറോസ്പോറ ജസ്റ്റ് പേര് മാത്രം പോരാ, അതെന്തിനാ സാറേ ഹെൽപ്പ് ചെയ്യുക എന്ന് എൻ്റെ കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പിടിച്ചോ. ഫോർ ജനറ്റിക് വർക്ക്
ആൻഡ് ബയോകെമിക്കൽ എടാ ജനറ്റിക് പരമായിട്ട് പല കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ബയോളജി ഒക്കെ പാടെ ചേർത്തുള്ള പരിപാടികൾ ജനറ്റിക്സ് ആ പരിപാടിയിലൊക്കെ ഞങ്ങൾക്ക് ആര് ഉപയോഗപ്പെടാറുണ്ട്? ന്യൂറോസ്പോറ. ആൻഡ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ ആസ്കോമൈസിഡ്സ്. അയാളൊരു ആസ്കോമൈസിഡ്സ് ആണ്, ഫംഗസിലുള്ള ആളാണ്. എടാ ന്യൂറോസ്പോറ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ആവശ്യമുള്ളത് പഠിക്കുക. മോറൽസ് ആൻഡ് ട്രഫിൾസ് ഇവന്മാരെ ഭക്ഷണമാക്കാൻ പറ്റും. ദേ ആർ എഡിബിൾ കഴിക്കാൻ പറ്റുന്നവരാണ്. മതി മക്കളെ, മതി. അത്ര എക്സാമ്പിൾ മതി. ഇനിയുണ്ട് ക്ലാവിസെപ്സ്, ആസ്പെർജില്ലസ്, അതൊക്കെ ഇതിൽ എക്സാമ്പിളാണ്. അവിടെ കട്ടെ. ബെസിഡിയോമൈസിഡ്സിലുള്ള എക്സാമ്പിളാണ്. ഒന്ന് ഗാരിക്കസ് അഥവാ മഷ്റൂം ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് സ്റ്റിലാഗോ പേര് കേട്ടിട്ടില്ലേ സാറേ? ഇല്ല, എടങ്ങറാണ്. സ്മട്ട് എന്നറിയപ്പെടും. ആൻഡ് ലാസ്റ്റ് വൺ പക്സിനിയ ഇമ്പോർട്ടൻറ്റ്. റസ്റ്റ് എന്നറിയപ്പെടും. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവന്മാരെ പഠിക്കാതെ പോയാലോ മുഞ്ചി, മാർക്കും പോയി. സന്തോഷായില്ലേ? അപ്പളേ സാറ് പറഞ്ഞതിന് പഠിക്കാൻ. എന്നാ പഠിച്ചിട്ട് പോയിക്കോ. ബെസിഡിയോമൈസിഡ്സിലെ എക്സാമ്പിളാണ് അഗാരിക്കസ്, മഷ്റൂം, സ്റ്റിലാഗോ, സ്മട്ട്, പക്സിനിയ, റസ്റ്റ്. പെരയിൽ അങ്ങനെ പറഞ്ഞ് വായിച്ച് തൊള്ളൽക്കി പഠിക്കുക, പറഞ്ഞ് പഠിക്കുക. എടാ ഡ്യൂട്രോമൈസിഡ്സിലുള്ള എക്സാമ്പിൾസ് ആണ് ആൾട്ടർനേറിയ, കാളിറ്റോട്രൈക്കം. ഓക്കെ, ട്രൈക്കോഡെർമയും കൂടി ഉണ്ട്, വേണമെന്നില്ല, 1-2 പഠിച്ചാലും മതി. ട്രൈക്കോഡെർമ. എടാ അത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷേ ഇതാ ഈ ഒരു ഏരിയ, ഈ ഒരു ആസ്കോമൈസിഡ്സിൻ്റെയും ബെസിഡിയോമൈസിഡ്സിൻ്റെയും അതേപോലെ തന്നെ ഫൈക്കോമൈസിഡ്സിൻ്റെ ഈ 2 ആൾക്കാരും ഈ പറഞ്ഞ എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. മക്കളെ കാണുന്നില്ലേ? ഓക്കെ ആണ്, സെറ്റാണ്. ഇതിലൊന്നും വിടാനില്ല. അങ്ങനെയാണെങ്കിൽ ആ ഏരിയയും കഴിഞ്ഞു സാറേ. ഇനി എന്ത്? എടാ ചില ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് ഓട്ടോട്രോഫ്സ്. എന്നാലും അതിൽ ചില ആൾക്കാർ ഇൻസെക്ടിവോറസ് ഉണ്ടാവും. ഇൻസെക്റ്റിനെ കഴിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടാവും. നിങ്ങൾ പണ്ട് പഠിച്ചാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അതേപോലെ തന്നെ ഒരാളാണ് ബ്ലാഡർ വേർഡ്സ്. ഓക്കെ, വീനസ് ഫ്ലൈ ട്രാപ്പും ബ്ലാഡർ വേർഡ്സ്. ഈ ചെടികളൊക്കെ ഇൻസെക്റ്റിനെ ഇങ്ങനെ പിടിക്കും. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട്, ഈ ഇൻസെക്റ്റ് ഇങ്ങനെ വന്നിരിക്കും, ഈ സാധനം ഇങ്ങനെ അടയും അല്ലേ? ആ സാധനം സെറ്റ് സാധനം കേട്ടോ, ഇൻസെക്ടിവോറസ്. അതേപോലെ തന്നെ ചില ചെടികൾ പാരസൈറ്റ് ആയിട്ട് ജീവിക്കും. ഇത്തിൽക്കണ്ണി പോലുള്ള സാധനം. ഇത്തിൽക്കണ്ണി എടാ എക്സാമ്പിളാണ് കസ്ക്യൂട്ട. മതി. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പൊന്നു സാറേ കഴിഞ്ഞോ? ഇല്ലടാ, ഇനിയാണ് ഈ ചാപ്റ്ററിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സാധനം. അള്ള പടച്ചോൻ, ഇനിയുണ്ടാ? അതെ, ഇനിയുണ്ട്. എന്നാ പിടിച്ചോ. ഇനിയുള്ളത് വൈറസ്. നോക്കണേ, പെട്ടെന്ന് തീരും. പടപട പരിപാടി ഇപ്പം തീരും. പടപടാൻ തീരും. എടാ വൈറസിന് RH വിറ്റേക്കർ ഒന്ന് പറയുന്നത് കേട്ടാൽ മതി. RH വിറ്റേക്കർ വൈറസിനെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വൈറസിനെ മാത്രമല്ല, വൈറസിനെ പുറത്താക്കി, വൈറോയിഡിനെ പുറത്താക്കി, പ്രയോൺസിനെ പുറത്താക്കി. ഇവരെ ഒന്നും RH വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയില്ല. എന്തുകൊണ്ടായിരിക്കാം? നോക്ക്, ഒന്നാമത്തെ കാര്യം, ഇവന്മാർക്ക് സെല്ലില്ലടോ. ഇവന്മാരെ അറിയപ്പെടുന്നത് തന്നെ അസെല്ലുലാർ എന്നാണ്. അസെല്ലുലാർ, മര്യാദക്ക് സെല്ലില്ല. പിന്നെ നോട്ട് ട്രൂ ലിവിങ്, ശരിക്കുള്ളൊരു ജീവനല്ല ഇവന്മാർ. എന്താ വെച്ചാൽ ബാക്കിയുള്ളവൻ്റെ ശരീരത്തിൽ കയറുമ്പോഴേ ഇവന്മാർക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ശരീരത്തിൽ കയറി നമ്മളെ കൊറോണ ഒക്കെ വന്ന്, നമ്മളെ നിപ്പൊക്കെ വന്ന് നമ്മളെ അടങ്ങറാക്കിന്നില്ലേ? അല്ലേ നമുക്കറിയാം. ഈ സാധനങ്ങൾ ബാക്കിയുള്ളവൻ്റെ ശരീരത്തിൽ കയറിയാൽ അവൻ്റെ ശരീരത്തിലെ മെക്കാനിക്സൊക്കെ ഒരു നോക്കിയിട്ട് ആ മെഷീനറി ഏറ്റെടുക്കും, വൈറസ് ഏറ്റെടുക്കും. പക്ഷെ ശരീരത്തിന് പുറത്ത് എടുത്തിട്ടാലോ നിൽക്കും. ഇനേർട്ട് ക്രിസ്റ്റൽ, വെറും ക്രിസ്റ്റൽ ആയിരിക്കും, അനങ്ങാതെ നിൽക്കുന്ന ക്രിസ്റ്റൽ. അതുകൊണ്ട് ഇവന്മാരൊരു പ്രത്യേക രീതികളായതുകൊണ്ട് വൈറസിന് നമ്മൾ നോട്ട് ട്രൂ ലിവിങ് ആണ്, അസെല്ലുലാർ ആണ്. അതുകൊണ്ട് തന്നെ ഇവന്മാരൊന്നും ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല കാര്യം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ, സാറ് പറയണ അങ്ങോട്ട് കേൾക്കുക.
3 സയൻറ്റിസ്റ്റുകളുടെ പേരങ്ങ് പഠിക്കുക. അവന്മാർ ഇതിൽ ഓരോ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അത് സാറ് നേരെ അങ്ങ് എഴുതും. ആ നേരെ മാച്ച് ദ ഫോളോയിങ്ങോ സാധനം വന്നാൽ അങ്ങ് എഴുതി കൊടുക്കുക. വേറെ ഓവർ ആക്കൊന്നും വേണ്ട. എന്നാ പിടിച്ചോ. ഡിമിട്രി ഇവനോസ്കി എന്ന് പറയുന്ന ആള്. ഇയാൾ എന്താ പറഞ്ഞതെന്നൊന്ന് സാർ പറഞ്ഞു വിടാം. മൊസൈക്ക് ഡിസീസ് ഉണ്ട്. മൊസൈക്ക് ഡിസീസ് ടൊബാക്കോയിൽ വരുന്ന മൊസൈക്ക് ഡിസീസ്. ആ ചെടിയിൽ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കിയത് ബാക്ടീരിയനെക്കാട്ടിയും ചെറിയ ആളാണ്. അത് ഇയാൾ ഒരു അരിപ്പ വെച്ച് അരിച്ചു. അപ്പോൾ ആ അരിപ്പയിൽ ബാക്ടീരിയനെ കുടുങ്ങുമായിരുന്നു. പക്ഷേ വൈറസ് അതിനെക്കാട്ടി ചെറുതായതുകൊണ്ട് അതിൽ കൂടി താഴെ പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കിയ ആ കീടാണു മൈക്രോബ് ബാക്ടീരിയനെക്കാട്ടിയും ചെറുതാണ്. മേ ബി വൈറസ് അല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഡിമിട്രി ഇവനോസ്കി പറഞ്ഞത്, മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കിയ ടൊബാക്കോയിലുള്ള സാധനം ബാക്ടീരിയനെക്കാട്ടി ചെറുതാണ്. അതിന് ഇയാൾ ഉപയോഗിച്ച അരിപ്പല്ലേ, അരിപ്പൻ്റെ പേരാണ് ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റർ. മതിയടാ സ്വത്തുകുട്ടികളെ, അത് പഠിച്ചാൽ മതി. ഡിമിട്രി ഇവനോസ്കി ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റർ. ആ ഫിൽറ്റർ കൂടി വെച്ചപ്പോൾ വൈറസ് താഴെ പോയി. ബാക്ടീരിയ ആണെങ്കിൽ മുകളിൽ നിൽക്കുമായിരുന്നു, വൈറസ് ആയതുകൊണ്ട് താഴെ പോയി. ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റർ നടത്തി. എടാ എന്നാൽ അടുത്ത സയൻറ്റിസ്റ്റ് MW ബൈജർനക്. ഇയാൾ ചെയ്തത് സിമ്പിൾ പരിപാടികളോടോ. ഇയാൾ വൈറസിന് പേരുണ്ടിട്ട്, വൈറസ് എന്ന പേരിട്ടു, നെയിംഡ് വൈറസ് എന്ന് നെയിം ചെയ്തു, MW ബൈജർനക്. മാത്രല്ല ഇയാൾ ഒരു സംഭവം കൂടി ചെയ്ത്. ക്ലാസ് ഒന്ന് കേട്ടെ. വൈറസ് അഫക്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് എന്നെ പിഴിഞ്ഞു, എൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തു, അത് വേറൊരു ചെടിക്ക് കൊടുത്തു. സിമ്പിൾ. ആ ചെടിക്കും വൈറസ് വരും ഇല്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡ് ഇല്ലേ, ആ എക്സ്ട്രാക്റ്റ് ഇല്ലേ, എന്നെ പിഴിഞ്ഞെടുത്ത എക്സ്ട്രാക്റ്റ്, അതിനെ വിളിച്ച പേരാണ്, എന്നാ പിടിച്ചോ, കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. കണ്ടാജിയം വൈവം ഫ്ലൂയിഡം, ദാറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. മതിയടോ. ആൻഡ് നെക്സ്റ്റ് WM സ്റ്റാൻലെ. ഇയാൾ പറഞ്ഞത് സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറസ് ഒരു ജീവിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എന്തായിട്ടാണ് മാറുക? ഇനേർട്ട് ക്രിസ്റ്റലായിട്ട് മാറും. ഇനേർട്ട് ക്രിസ്റ്റൽ. ഈ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണ് കേട്ടോ. ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് അനങ്ങാത്ത ക്രിസ്റ്റൽ, അനങ്ങാത്തൊരു ഉണ്ട പോലെ ആവും. ആ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണ്. 3 സയൻറ്റിസ്റ്റുകൾ പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് വരാം. എടാ വീണ്ടും വൈറസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി. വൈറസിൽ 2 കമ്പോണൻ്റ് ആണ് ഉണ്ടാവുക. ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകും വൈറസിൽ. പിന്നെ അതിനെ കവർ ചെയ്തിട്ടൊരു പ്രോട്ടീനിൻ്റെ കോട്ട് ഉണ്ടാവും. പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ് എന്നാണ് വിളിക്കുക. വൈറസിൻ്റെ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ്, പൊതുവേ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ജനറ്റിക് മെറ്റീരിയൽ ആരാണ്? RNA ഓർ DNA. ഒരു വൈറസിനും ബോത്ത് RNA ആൻഡ് DNA ഇല്ല, രണ്ടും കൂടി ഇല്ല. ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA. ഇതാണ് ഇൻഫെക്ഷ്യസ്, അസുഖം ഉണ്ടാക്കുന്ന പാർട്ട്. ഇൻഫെക്ഷ്യസ് പാർട്ട് ഇതാണ്. ഒരു ജീവിക്ക് അസുഖം ഉണ്ടാക്കുന്ന ആൾ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കൾ പഠിച്ചു വെച്ചോ. ആൻഡ് നെക്സ്റ്റ് സാറ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു. വൈറസ് അഫക്റ്റ് ചെയ്താൽ എടാ ചാപ്റ്റർ തീരാനായേ. വൈറസ് അഫക്റ്റ് ചെയ്ത പ്ലാന്റ്സിന് എന്തൊക്കെ രോഗലക്ഷണം വരിക? സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ. സാറ് പറഞ്ഞ 2-3 പോയിന്റ് അങ്ങ് പഠിച്ചാൽ മതിയേ. എന്നാ നോക്ക്. ഒന്ന് ലീഫ് കേളിങ്, ലീഫ് ഇങ്ങനെ ചുരുണ്ട് വരിക. പിന്നെ യെല്ലോയിങ് ഓഫ് ലീഫ് ഒരു മഞ്ഞ കളറാവുക. പിന്നെ ഡോർഫിസം. പിന്നെ ലീഫ് റോളിങ്, ലീഫ് മൊത്തത്തിൽ ഇങ്ങനെ ചുരുണ്ടാണ്ട് വരും. ഓക്കെ. അപ്പോൾ പറയടാ, വൈറസ് ഒരു പ്ലാന്റിനെ അഫക്റ്റ് ചെയ്താൽ അതിന് വരുന്ന രോഗലക്ഷണങ്ങളാണ് സാറി പറഞ്ഞത്. ലീഫ് കേളിങ്, യെല്ലോയിങ് ഓഫ് ലീഫ്, ഡോർഫിസം, ലീഫ് റോളിങ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേ പറ്റുള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. ആൻഡ് മൂവ് ഓൺ ടു അവർ ലാസ്റ്റ് ഏരിയ. എടാ മക്കളെ, എളുപ്പത്തിൽ പോവാടാ. നമ്മുടെ ലാസ്റ്റ് ഏരിയ കഴിഞ്ഞു കേട്ടോ. ഈ ഒറ്റ സംഭവം കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് 2 ആളുകളെ കുറിച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. സാർ ഇമ്പോർട്ടൻ്റ് ആണോ? അതെ തീർച്ചയായിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ്.
ഇതില്ലാത്തൊരു പരീക്ഷ അല്ല. അപ്പൊ പിടിക്ക് യാര് വൈറോയിഡ്. അതേപോലെ തന്നെ ഒരാളെയും കൂടി നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചാൽ പരിപാടി കഴിഞ്ഞു. പ്രയോൺസ് ഡേഞ്ചറസ്. രണ്ടാളും വൈറോയിഡ് കണ്ടുപിടിച്ച ആള്, ഡിസ്കവർ ചെയ്ത ആള്, വൈറോയിഡ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ആൾ, ഡിസ്കവർ ചെയ്ത ആള് T.O. ഡൈനർ. ഡൈനർ വൈറോയിഡ് എന്ന് പറയുമ്പോൾ വൈറോയിഡ് T.O. ഡൈനർ. ഇവന്മാര് സ്മോളർ ദാൻ വൈറസ്. വൈറസിനെ കാട്ടി ചെറുതാണ്. പിന്നെന്താണ്? ഓൺലി RNA. അപ്പം തന്നെ മക്കൾക്ക് നോ DNA എന്ന് പറയുന്ന ചാൻസ്. അതല്ല, RNA മാത്രമേ ഉള്ളൂ, ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. നോ പ്രോട്ടീൻ. കവർ ചെയ്തിട്ട് ആരില്ല, പ്രോട്ടീൻ ഇല്ല. ശ്രദ്ധിക്കാം. വൈറോയിഡ് ഡിസ്കവർ T.O. ഡൈനർ സ്മോളർ ദാൻ വൈറസ്. വൈറസിനെ കാട്ടി ചെറുതാണ്. ഇവർക്ക് RNA മാത്രമേ ഉള്ളൂ, പ്രോട്ടീൻ ഇല്ല. ഇവരൊരു അസുഖം ഉണ്ടാക്കും. അസുഖത്തിൻ്റെ പേരാണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അസുഖത്തിൻ്റെ പേരാണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കും. എന്നാൽ പ്രയോൺസ് എന്താ ചോദിക്കാറുണ്ട്. ദേ ആർ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ഉള്ള ആൾക്കാരാണ്. സാറേ പ്രയോൺസ് ഒരു ജീവിയാണോ? അതെ, ജീവിയാണ്. ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ? ഉണ്ട്. പ്രോട്ടീൻ ഉണ്ടോ? ഉണ്ട്. പക്ഷേ പ്രോട്ടീൻ എങ്ങനെയാണ്? അബ്നോർമലി ഫോൾഡഡ്. നോർമൽ അല്ലാണ്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആൻഡ് സെയിം സൈസ് ആസ് വൈറസ്. വൈറസിന്റെ സെയിം സൈസ് ഉള്ള ആളാണ്. ഇവന്മാരുടെ പ്രത്യേകത, ഇവന്മാർ ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കും. ഡേഞ്ചറസ് ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കുന്നവരാണ്, ചില്ലറക്കാരല്ല. അങ്ങനെ ഉണ്ടാക്കിയതിന് സാറിന് തെളിവുണ്ടോ? ഉണ്ട്. എന്നാ പിടിച്ചോ. ഇവന്മാർ പശുവിനൊക്കെ മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാഡ് കൗ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിസീസ് കാറ്റിൽസ് പശു, ആ സാധനങ്ങൾക്ക്. ആ ഡിസീസിൻ്റെ മറ്റൊരു പേരാണ് BSE. സാർ ഇതിന് ഫുൾ ഫോം വേണോ? കേട്ടോ, ചിലപ്പോൾ ആവശ്യം വരും. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. വേണ്ടല്ലേ, പഠിച്ചു വെച്ചോ. ഇതേപോലത്തെ അസുഖം ഹ്യൂമൻസിനുണ്ട്. ഏകദേശം ഇതേപോലെ, ഇതിൻ്റെ അനലോഗസ് ആണ്, ഇതിൻ്റെ അതേ സിംറ്റംസ് ആണ്. പശുവിനൊക്കെ വരുന്ന അതേ രീതിയിലാണ് വരിക. അതിൻ്റെ പേരാണ് CR ജേക്കബ് ഡിസീസ്. സാറേ കഴിഞ്ഞോ. മതിയടാ, അത്ര മതിയടാ തിയറി. ഇത് മതി, ഇത് സെറ്റാക്കിക്കോ. സാർ ഈ പറഞ്ഞു തരുന്നത് പഠിച്ചോ. ഇനി എന്താ സാറേ, ഇനി ഈ ചാപ്റ്ററിലേ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ഫിഗേഴ്സ് പഠിക്കാണ്ട്. എൻ്റെ മക്കൾക്ക് ഇത് കാണില്ലേ? ഇതാരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡൈനോഫ്ലജലേറ്റ് ചോദിക്കാറുണ്ട്, കിട്ടണം. ഡൈനോഫ്ലജലൈറ്റ്സ് കണ്ടോ, ഒരു പെണ്ണിങ്ങനെ മുടിങ്ങനെ അഴിച്ചിട്ടിക്കണ ഡൈനോഫ്ലജലൈറ്റ്സ്. മറക്കരുത് സാറേ, ഇത് എവിടെയാണ് ഡൈനോഫ്ലജലൈറ്റ്സ്? എവിടെയാണ്? അല്ലാഹുമ്മ സല്ലി. പ്രൊട്ടിസ്റ്റേല് ക്രൈ ഡൈ യു അറിഞ്ഞില്ലേ? അവിടെയുള്ള ഡൈനോഫ്ലജലൈറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. എടാ ഇതിലേ ഈ ചിത്രത്തിലൊരു ചെറിയ സാധനം കൂടി, ഇവിടെ ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ആളാണ്, അതായത് യൂഗ്ലിനോയിഡ്സ് ആണ്. സാറേ ഇതെങ്ങനെ ഇപ്പോൾ തിരിച്ചറിയാം? നോക്കണേ, ഇത് ലോങ് ആയിരിക്കും കണ്ടോ. ഇത് ലോങ്, ഒരു ഫ്ലജല്ല. ഒരു ഫ്ലജല്ല സാർ ഇപ്പോൾ വരച്ചാണ്. ഷോർട്ട് കണ്ടോ, ഒരു ഷോർട്ട് ഒരു ലോങ്ങും ഫ്ലജല്ല. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കേട്ടോ പരീക്ഷയ്ക്ക് വരാം. എടാ ഇത് നമ്മളെ സുന്ദരക്കുട്ടപ്പൻ സ്ലൈം മൗൾസ്. പഠിച്ചേക്കണേ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഫിഗർ കണ്ടാൽ നമ്മുടെ പാരമീസിയാണെന്ന് മനസ്സിലാക്കുക. അല്ല പഠിച്ചോനെ, ഇതൊക്കെ പാടെ എങ്ങനെ, ഇത് ഏതിലുള്ളതാണ് ഈ പാരമീസിയം? ഓർമ്മയില്ലല്ലോ. ഉണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം. പ്രോട്ടോസോവൻസ്. അതാരാന്ന് ഓർമ്മ ഉണ്ട്? ഇയാളേതാണ്? എടാ പ്രോട്ടിസ്റ്റേൽ 5 എണ്ണം: ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലൈറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻ. ആ പ്രോട്ടോസോവനിലുള്ളതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. അതിലുള്ള എക്സാമ്പിളാണ് പാരമീസിയം. സീലിയേറ്റഡ് എക്സാമ്പിൾ മറക്കണ്ട. സാറേ ഈ ചിത്രങ്ങളും പഠിച്ചിരിക്കണം നിർബന്ധം. ഇതാണ് TMV വൈറസ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്.
എടാ ടൊബാക്കോ മൊസൈക്ക് വൈറസ് മറക്കരുതേ. ടൊബാക്കോ മൊസൈക്ക് വൈറസ്, TMV വൈറസ്. ഇതിൻ്റെ പ്രത്യേകത നോക്ക്. ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ? ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ? ഉണ്ട്. സാറേ ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ? ഉണ്ടടാ. പ്രോട്ടീൻ കോട്ട് ഉണ്ട്, ക്യാപ്സിഡ്. അതാണ് സാറ് പറഞ്ഞത്. വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ, ഓരോരോ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. 1, 2 ഇങ്ങനെ ചെറിയ എതളുകൾ ചേർത്തുള്ള ആ ചെറിയ ഈ സാധനങ്ങൾക്ക് നമുക്ക് വിളിക്കാം ക്യാപ്സോമിയർ. അതായത് ക്യാപ്സിഡ് എന്ന് പറഞ്ഞത് മൊത്തത്തിലാണ് ക്യാപ്സിഡ്. അതിൻ്റെ സിംഗിൾ യൂണിറ്റ് ആണ് ക്യാപ്സോമിയർ. ഇത് നമ്മളെ നരി ബാക്ടീരിയോഫേജ്. ഇവിടുന്ന് പഠിച്ചു പോയിക്കോ. ബാക്ടീരിയോഫേജിന്റെ ചിത്രം ഈ സാധനം നോക്കണം, അതിന്റെ ടൈല് നോക്കണം, ഷീത്ത് നോക്കണം, കോളർ നോക്കണം, ഹെഡ് നോക്കണം. സാർ ആരാ ബാക്ടീരിയോഫേജ്? ഇങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചോട്ടോ. വൈറസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ്. ബാക്ടീരിയോഫേജ്. മറക്കണ്ട. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ റെഡിയാണോ എൻ്റെ കൂടെ? ഇതിലൊരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ നിങ്ങളെ ഫൈനലിൽ വന്നിരിക്കും. ആ ഏരിയന്നെങ്കിലും വരും. നല്ല വൃത്തിയായിട്ട് സെറ്റായിട്ട് പോസ് ചെയ്തിട്ട് ഇതുവരെയുള്ള സാധനം ഒന്ന് മറിച്ച് നോക്കിയതിനു ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി. വന്നിരിക്കണം. ഇതും കൂടി കഴിഞ്ഞിട്ട് നീച്ചു പോകാൻ പാടുള്ളൂ. എന്നാ നോക്കടാ. ബേസ്ഡ് ഓൺ ദ റിലേഷൻ ഫിൽ ഇൻ ദ ഫോളോയിങ്. ആ താഴെയുള്ളത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പറടാ. യൂഗ്ലിന പ്രോട്ടിസ്റ്റയിലാണ്. മൈക്കോപ്ലാസ്മ ഏതിലാണ്? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഏത് കിങ്ഡത്തിലാണെന്നാണ് ചോദ്യം. ഏതിലാണടാ? മൊണീറ എഴുതി കൊടുത്താൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൊണീറയിലായിരുന്നു. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. സിമ്പിൾ ക്വസ്റ്റ്യൻ, അതിലേറെ സിമ്പിൾ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് പെയർ ലിനേസേട്ടൻ, 2 കിങ്ഡം. ആർച്ച് വിറ്റേക്കർ എല്ലാവർക്കും അറിയാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. തെർമോസ്രഫൈൽസ് ഹീറ്റ് ഏരിയയിൽ. ഹാലോഫൈൽസ് നമ്മൾ പഠിച്ചാണ്, സാൾട്ടി ഏരിയ. സാറേ ഇതെവിടെ വരുന്നത്? ആർക്കി ബാക്ടീരിയൻ്റെ ഭാഗത്ത് കേട്ടോ. എടാ ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അപ്ലിക്കേഷൻ ഫോർ സയനോ ബാക്ടീരിയ. സാറേ മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യം ആലോചിക്കുക. ഇത് ആരായിരുന്നു? ബ്ലൂ ഗ്രീൻ ആൽഗണ്ണൻ എന്നൊക്കെ വിളിക്കുന്ന ബാക്ടീരിയ. പേര് ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, സാധനം ബാക്ടീരിയയാണ്. അപ്പോൾ സാറേ അതിൻ്റെ പ്രോപ്പർട്ടി അവിടെ കാണുക. പൊല്യൂട്ടഡ് വാട്ടറിലൊക്കെ മുകളിൽ ഇങ്ങനെ പൊന്തി അല്ലേ? അതിനെന്താ പറഞ്ഞാൽ ഫോം ബ്ലൂം ഓൺ പൊല്യൂട്ടഡ് വാട്ടർ ബി. ബാക്കിയുള്ള ഓപ്ഷൻസ് കറക്റ്റ് ആവില്ല. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് നോക്കിയാൽ മതി. വെരി സിമ്പിൾ. എന്നാ നോക്കടാ. ഇംപെർഫെക്റ്റ് ഫംഗൈ. സാർ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു വിടാം. ഇംപെർഫെക്റ്റ് ഫംഗൈ നമ്മൾ ആ നോട്ട്സിൻ്റെ സമയത്ത് പറഞ്ഞിട്ടില്ല. നോക്ക്, നമ്മളെ ഡ്യൂട്രോമൈസിറ്റ്സിനെയാണ്. ഡ്യൂട്രോമൈസിറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂട്രോമൈസിറ്റ്സിനെയാണ് നമ്മൾ എന്തറിയപ്പെടുക? ഇംപെർഫെക്റ്റ് ഫംഗൈ. വൈ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. വൈ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പറയണ്ടേ ഓൺലി അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് ആർ നോൺ. എടാ നോക്കി വെച്ചോ. ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതായത് ഡ്യൂട്രോമൈസിറ്റ്സ് ഗ്രൂപ്പ് 4 ഗ്രൂപ്പാണ് ഫംഗസിനുള്ളത്. ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ്, ഡ്യൂട്രോമൈസിറ്റ്സിനെ എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി അതിൻ്റെ അസെക്ഷലും വെജിറ്റേറ്റീവും മാത്രമേ അറിയൂ. സെക്ഷൽ നമുക്ക് അറിയൂല. സെക്ഷൽ ഇല്ല എന്നല്ല, സെക്ഷൽ നമുക്ക് അറിയൂല, കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ അതിനെ വേറെ ഗ്രൂപ്പിലേക്കാക്കും, ഈ ഗ്രൂപ്പിൽ നിന്ന് മാറ്റും. ഓക്കെ, സോ ഇത് പഠിച്ചു വെക്കണം. ഇത് ആ നോട്ട്സിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് സാറ് കൊടുത്തതാണ്. എൻ്റെ മക്കളെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇംപെർഫെക്റ്റ് ഫംഗൈ, ഡ്യൂട്രോമൈസിറ്റ്സ്. അതേപോലെ തന്നെ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സാറ് വേറെ സിമ്പിൾ സാധനം കൂടി ചോദിക്കുക. എക്സ്ട്രാ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാ പിടിച്ചോ. ആസ്കോമൈസിറ്റ്സ്. അതിന് വേറെ പേരുണ്ടോ സാറേ? ഉണ്ടടാ. സാക്ക് ഫംഗൈ. പഠിച്ചു വെച്ചോ, ചിലപ്പോൾ വരാം. ബെസിഡിയോമൈസിറ്റ്സിനോ? ഫൈക്കോമൈസിറ്റ്സിന് ഇല്ല കേട്ടോ, നിങ്ങൾ പഠിക്കേണ്ട. ആൽഗൽ ഫംഗൈ എന്നാ പറയാം, അത് വേണ്ട, നിങ്ങൾക്ക് ബുക്കിലില്ല. ബെസിഡിയോമൈസിറ്റ്സിന് പല പേരുണ്ട്. മഷ്റൂം അതിലുള്ള ഗ്രൂപ്പുകളാണ് കേട്ടോ. മഷ്റൂം ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഗ്രൂപ്പുകളുണ്ട്. ബ്രാക്കറ്റ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ പഫ് ബോള്. അതേപോലെ തന്നെ ക്ലബ്ബ് ഫംഗൈ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ക്ലബ്ബ് ഫംഗൈ. ഓക്കെ, ഈ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. മഷ്റൂം, ബ്രാക്കറ്റ്, പഫ് ബോൾ, ക്ലബ്ബ്. അങ്ങനെയാണെങ്കിൽ പറയടാ. വിച്ച് ക്ലാസ് ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് ഫംഗൈ? സിമ്പിൾ, ഡ്യൂട്രോമൈസിറ്റ്സ്. വൈ എന്നുള്ള ക്വസ്റ്റ്യനും പഠിക്കണം മക്കളെ. ഒബ്സർവ് ദ റിലേഷൻ ഓഫ്
fill in the blanks. Simple question. Bacillus rod. Cocci എന്ത് ഷേപ്പാണ്? സ്ഫെറിക്കൽ ഷേപ്പ്. മൊണീറയിൽ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ക്ലാസ്സിൽ പോയതാണ്. മൊണീറൻ്റെ ഫസ്റ്റ് ഭാഗം എന്താ പറയടാ? എക്സാമ്പിൾ ഫോർ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. പ്രോട്ടോസോവൻസ് 4 ടൈപ്പാണ്. വൺസ് മോർ പറയടാ. അമീബോയിഡ്, ഫ്ലജല്ലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോവൻസ്. എക്സാമ്പിൾ സാറ് പഠിക്കണം എന്ന് പറഞ്ഞാണ്. പഠിച്ച മക്കൾക്കറിയാം. ട്രൈപ്പനോസോമ. ഓനുണ്ടാക്കുന്ന സോമേട്ടർ ഉണ്ടാക്കുന്ന ഒരു അസുഖം പറഞ്ഞേ, സ്ലീപ്പിംഗ് സിക്നസ്. വെരി ഗുഡ് വെരി ഗുഡ്. മക്കളൊക്കെ പറയുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. എന്നാ പറയടാ എന്നാ പറയടാ. അയ്യേ അയ്യേ, ഈ ഫിഗർ ഏതൊക്കെയായിരുന്നു? ഡൈനോ ഫ്ലജല്ലേറ്റും ഇതായിരുന്നു സ്ലൈം മൗൾസ്. സ്ലൈം മൗൾസ്, ഡൈനോ ഫ്ലജല്ലേറ്റ്സും സ്ലൈം മൗൾസും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സെയിം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. സാർ ചെയ്യേണ്ട ആവശ്യമില്ല. റോഡ് ബാസിലൈ, കോമ സ്ഫെറിക്കൽ, സ്ഫെറിക്കൽ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ട്രിപ്പനോസോമ ഫ്ലജല്ലേറ്റഡ്, ഇത് പുതിയ. പാരമീസിയം സീലിയേറ്റഡ്, സീലിയേറ്റഡ്. എടാ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ള, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ള. എന്താ പറയടാ? വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ബയോഗ്യാസ് റുമിനന്റ് ആനിമൽ? ഒട്ടിക്കടാ. മെത്തനോജൻസ്, മെത്തനോജൻസ്. വിടരുത് വിടരുത് വിടരുത്. കൂടെ നിന്നോ. ഒരു 4-5 സ്ലൈഡും കൂടി, 4-5 ക്വസ്റ്റ്യനും കൂടി. ആർക്കി ബാക്ടീരിയ വിച്ച് സർവൈവ് ഇൻ ഹോട്ട്, ഹോട്ട്, ഹോട്ട്. അറിയാം സാറേ. തെർമോ അസിഡോഫൈൽസ്. വെരി ഗുഡ് വെരി ഗുഡ്. ഒക്കെ PYQ കേട്ടോ. പ്രീവിയസ് ഇയറും ഇനി വരാൻ സാധ്യതയുള്ള സാധനങ്ങളോട്. മക്കളെ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചിരിക്കണെന്ന് സാർ സമ്മതിച്ചതാണ്. പറയണം. അമീബോയിഡ് പ്രോട്ടോസോവൻ. ഇതാ 1 2 3 4 പറ. അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ഏതാണ്? എൻഡമീബ. ഫ്ലജല്ലേറ്റഡ്, ഫ്ലജല്ലേറ്റഡ് ട്രൈപ്പനോസോമ. സീലിയേറ്റഡ്, സീലിയേറ്റഡ്, സീലിയേറ്റഡ് എങ്ങോട്ട് പോകുന്നു? സീലിയേറ്റഡ് പറയടാ. പാരമീസിയം. സ്പോറോസോവൻസ് പ്ലാസ്മോഡിയം. കിട്ടുമല്ലോ 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 കിട്ടണം കിട്ടണം. എക്സാമ്പിൾസിൻ്റെ ഏരിയ ആണിത്. നെക്സ്റ്റ്. ഓ സെയിം 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 റിപ്പീറ്റ് റിപ്പീറ്റ്. ഇത് നിങ്ങൾക്ക് ചെയ്യട്ടൊന്നു, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വിട്ടു തന്നു. 2 വർഷങ്ങൾ അടുപ്പിച്ച് വന്ന ക്വസ്റ്റ്യൻസ്. എന്താ ഇതൊന്ന് ചെയ്തന്നേ, ഇതൊന്ന് ചെയ്തന്നേ. ഫൈക്കോമൈസിഡ്സ് റൈസോപ്പസ്. ആസ്കോമൈസിഡ്സ്, ആസ്കോമൈസിഡ്സ്. എടാ ആസ്കോമൈസിഡ്സിലാണ് പെൻസിലിയം വരുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണേ. ആസ്കോമൈസിൽ പെൻസിലിയം ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ന്യൂറോസ്പോറ പറഞ്ഞിട്ടുണ്ട്. ന്യൂറോസ്പോറ അവരൊക്കെ ഉണ്ട്. എന്നാൽ ബാക്കിയൊന്ന് പിടിച്ചു നോക്കിയേ, ബാക്കി പിടിച്ചു നോക്കിയേ. ബെസിലോമൈസിഡ്സ് ഗാരിക്കസ്. ഓക്കെ. എടാ ഡ്യൂട്രോമൈസിഡ്സ് ആൾട്ടർനേറിയ, കോളിറ്റോട്രിക്കം, ആ സാധനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. ഗാരിക്കസ് ഏതായിരുന്നു മക്കളൊന്ന് ഓർത്ത് നോക്കിയേ. മഷ്റൂം, മഷ്റൂം, മഷ്റൂം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ. റൈസോപ്പസോ ബ്രെഡ് മൗൾഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബ്രെഡ് മൗൾഡ് അത് ഓർമ്മയിൽ വെക്കണേ, അത് ഓർമ്മയിൽ വെക്കണേ. ആൻഡ് ലാസ്റ്റ് 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 തീർത്തടാ തീർത്തടാ. സാറിൻ്റെ കൂടെ നിന്ന മക്കൾ ഇതോടുകൂടി തീർന്നടാ മക്കളെ, ഇതോടുകൂടി സെറ്റായടാ. നമ്മൾ കഴിഞ്ഞടാ. അനബീന, നെസ്റ്റോക്ക് അനബീന, സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയ അതിൻ്റെ ഒരു സെല്ലുണ്ടായിരുന്നു, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സെല്ല്. എന്നാ പിടി. ഹെട്രോസിസ്റ്റ് മാർക്ക് ചെയ്തു. ഗോണിയോലെക്സ് ചുവപ്പ്, റെഡ് ടൈഡ്, റെഡ് ടൈഡ് മറക്കരുത്. ഗോണിയോലെക്സ്. യൂഗ്ലീന അതിൻ്റെ നമുക്ക് അറിയാം. അതിൻ്റെ സാറ് പറഞ്ഞിരുന്നു ഒരു ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാളിന് പകരം ഫ്ലെക്സിബിൾ ആവാനുള്ളൊരു സാധനം പെല്ലിക്കിൾ, പെല്ലിക്കിൾ, പെല്ലിക്കിൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്ലൈമോൾസ് അവർ ഒരു ഉണ്ട പോലെ ആവുന്നൊക്കെ സാറ് പറഞ്ഞു. അതായത് കൂടിച്ചേരും. ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം. സ്ലൈമോൾസ് പ്ലാസ്മോഡിയം. മറക്കരുത് മറക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. മതിയടാ മതിയടാ. സെറ്റാവും സെറ്റാവും. ഇങ്ങനെ കൂടെ നിന്നാൽ മതി, സെറ്റായിരിക്കും. ഓക്കെ.